വിശ്വാസത്തിന്റെ സ്ഥിരത വർദ്ധിക്കും തോറും, നമ്മൾ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കും തോറും നമ്മുടെ ബന്ധങ്ങളിലെല്ലാം കർത്താവിന്റെ ഒരു കൃപ വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ബന്ധങ്ങൾ യേശുക്രിസ്തു നമുക്ക് സാധാരണ മനുഷ്യബന്ധങ്ങൾ പോലെ അല്ല നമുക്ക് തരും. മനുഷ്യരോടുള്ള ബന്ധങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് തികച്ചും വ്യത്യസ്തമാണ്. എന്തിനാണ് ആദമിനെ ദൈവം സൃഷ്ടിച്ചിട്ട് അവൻ ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം കണ്ടത്? എന്തുകൊണ്ടാണ്? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഒറ്റയ്ക്കിരുന്ന പാപം ചെയ്യാനുള്ള സാധ്യത കുറവാണ്. രണ്ടുപേർ ഒന്നിച്ചാണെങ്കിൽ അത്രയും പാപചിന്തകൾ വരില്ല. കേട്ടിട്ടുണ്ടോ നിങ്ങളിത്? പക്ഷെ ആദമിന്റെ കാര്യത്തിൽ ഒറ്റയ്ക്കിരുന്നായിരുന്നെങ്കിൽ പുള്ളി കുഴപ്പത്തിൽ ചാടാനുള്ള സാധ്യത കുറവായിരുന്നു. കൂടെ ഒരാൾ വന്നപ്പോഴാണ് കുഴപ്പത്തിൽ ചാടിയത്. ശരിക്കും എന്തിനാണ് ദൈവം ആദമിന് ഹൗവയെ പോലെ ഒരാളെ കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദൈവം മഹത്വപ്പെടുന്നത് അതിനുള്ളൊരു വഴിയായിരുന്നു ഈ ഹൗവയുടെ സൃഷ്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് ദൈവം മഹത്വപ്പെടുന്നത്? ഹൗവയിലൂടെ, ആദമിലൂടെ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ പല വഴികളുണ്ട്, ആരാധിക്കാൻ പല വഴികളുണ്ട്. നമ്മളെല്ലാം ദൈവത്തെ ആരാധിക്കുന്നവരാണ്. നമുക്ക് മനസ്സിലായതനുസരിച്ചാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് എന്തുമാത്രമുണ്ടോ അതനുസരിച്ചാണ് നമ്മുടെ ആരാധന. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് നമ്മുടെ വായ കൊണ്ട് ഉയരുന്ന സ്തുതിസ്തോത്രങ്ങളാൽ മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ടുകൂടിയാണ്. ബുദ്ധിയുള്ള ആരാധനയായി നാം സമർപ്പിക്കപ്പെടുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലൂടെ വരുന്നത്? അത് ഈ ഒരു പരിധി വരെ നമുക്ക് മറ്റുള്ളവരുള്ള ബന്ധങ്ങളിലൂടെയാണ്. അതെങ്ങനെയാന്ന് ചോദിച്ചാല്, ആദം അനുഭവിക്കുന്ന സ്നേഹം മുഴുവൻ ദൈവത്തിന് അവനോടുള്ള സ്നേഹമാണ്. ഗോഡ് ലവ്സ് ഹിം ആൻഡ് ഹി ക്യാൻ ഫീൽ ദാറ്റ് ലവ്. പക്ഷേ ആദം ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചാൽ മാത്രം പോരാ, അത് പകർന്നു കൊടുക്കാൻ ആരെങ്കിലും വേണം. ഇറ്റ് ഹാസ് ടു ഫ്ലോ ഔട്ട്. ഇറ്റ് ഹാസ് ടു ഗോ ഇൻ ടു സമ്മൺ. ദർ ഷുഡ് ബി സമ്മൺ ടു റിസീവ് ഇറ്റ്. ദൈവം സ്നേഹിക്കുന്ന പോലെ ആ സ്നേഹം ആദമിന്റെ ഹൃദയത്തിലേക്ക് പകരുമ്പോൾ ആദമിന് അത് ദാനം ചെയ്യുവാൻ, ആദമിന് അത് കൊടുക്കുവാൻ, അൺകണ്ടീഷണൽ ആയിട്ട് കൊടുക്കുവാൻ ആരെങ്കിലും ഒരാൾ ഉണ്ടാകണമെന്ന്. അപ്പോഴാണ് അത് വിനിമയം ചെയ്യപ്പെടുന്നത്. കർത്താവ് നോക്കുമ്പോൾ ഈ ദൈവിക ഗുണങ്ങളെ ആദമിന് വിനിമയം ചെയ്യാൻ അവിടെയുള്ള ഒരു മൃഗങ്ങളുമായിട്ടും കഴിയില്ല. ആത്മാവുള്ള ഒരാളുമായിട്ട് മാത്രമേ ആത്മിക ഗുണങ്ങളുടെ വിനിമയം നടക്കൂ. അതുകൊണ്ട് ദൈവം അവന് ഒരു തക്ക തുണയെ കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? ഈ ദൈവിക കൃപകളുടെ വ്യാപാരമാണ് അവിടെ ദൈവത്തിന്റെ ഉദ്ദേശം. അപ്പൊ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ കാണുമ്പോൾ ദൈവം മഹത്വപ്പെടുന്നു. ദൈവത്തിന് രണ്ടു തരം സ്വഭാവങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയും. ഇതിനകം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോൾ. ഒന്ന്, ദൈവത്തിന്റെ നമ്മളിലേക്ക് പകർത്താൻ പറ്റാത്ത ഗുണങ്ങളാണ്. അത് വെച്ചാണ് നമ്മൾ ദൈവത്തെ ആരാധനയും മഹത്വവും വായ കൊണ്ട് കരയറ്റുന്നത്. ദൈവമേ നീ രക്ഷകനാണ്, എനിക്ക് പറ്റില്ല രക്ഷിക്കാൻ, അല്ലെ? ദൈവമേ നീ സർവശക്തനാണ്, ഞാൻ ഒരു ശക്തനുമല്ല. അപ്പൊ ദൈവത്തിന് മാത്രമുള്ള ചില കാര്യം. ദൈവം സർവജ്ഞാനിയാണ്. കർത്താവേ നിന്റെ ജ്ഞാനം എത്ര അപരിമേയം. നമ്മൾ ദൈവത്തെ വർഷിപ്പിക്കുന്നതാണ് അത്, അല്ലെ? ദൈവത്തിന്റെ വർഷിപ്പാണ് ഈ വർഷിപ്പ് എന്ന് പറയുന്നത്. അല്ല, നമ്മൾ ഉന്മാദാവസ്ഥയിൽ പോകുന്നതിനെ അല്ല വർഷിക്കുന്നത്. ദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. ഓക്കെ. അപ്പോൾ ദൈവത്തിന്റെ ഈ അദൃശ്യ ഗുണങ്ങൾ, നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത, ദൈവത്തിന് മാത്രം യുണീക്ക് ആയിട്ടുള്ള ഗുണങ്ങൾ, ആ ഗുണങ്ങൾ നമ്മൾ വാഗൊണ്ട് പറഞ്ഞാണ് അനുസരിക്കുന്നത്. ദൈവമേ നിത്യനായ ദൈവമേ, സർവശക്തനെ, ഞങ്ങളെ രക്ഷിച്ചവനെ, സർവ്വവ്യാപിയായ, സ്ഥലത്തെ സ്നേഹിക്കുന്ന, ഇങ്ങനെയൊക്കെ സ്നേഹത്തിന്റെ കാര്യം വിട്, ബാക്കിയുള്ള ആ ഒരു ഈ സ്നേഹത്തിന്റെ കാര്യം എല്ലാം ചേർത്താലും ദൈവത്തിന്റെ എല്ലാ ഗുണങ്ങളും നമ്മൾ വായെടുത്ത് പറഞ്ഞ് നമ്മൾ ദൈവത്തെ ആരാധിക്കും. നീ എനിക്ക് വേണ്ടി മരിക്കുവാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ചതിനായിട്ട് സ്തോത്രം. അത് പേഴ്സണൽ ഗുണങ്ങളിലേക്ക്. അപ്പൊ ദൈവത്തിന് രണ്ടു തരം ഗുണങ്ങളുണ്ട്. ഈ ആദ്യത്തെ തരം ഗുണങ്ങൾ, നമ്മളിലേക്ക് പകർത്താൻ പറ്റാത്ത ഗുണങ്ങൾ, നമുക്ക് വാ തുറന്ന് പറഞ്ഞു മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മളിലേക്ക് പകർത്തുന്ന ഗുണങ്ങൾ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ഉപയോഗിക്കുന്നത് ബുദ്ധിയുള്ള ആരാധനയായി നമ്മളെ ആ ഗുണങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ടാണ്. അതായത് ദൈവം, അവൻ നമ്മെ സ്നേഹിച്ച സ്നേഹം എന്നിൽ കാണുമ്പോൾ അവന്റെ നാമം മഹത്വപ്പെടുകയാണ്. അതായത് ചേസ് ജീവിക്കുന്ന ചേസിന്റെ ശക്തിയിലല്ല, ദൈവത്തിന്റെ ശക്തിയിലാണ് എന്ന് വരുമ്പോൾ ആ വിശ്വാസം സ്ഥിരമായി എന്നിൽ വളർന്ന് ക്രിസ്തു എന്നിലൂടെ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മൾ ദൈവത്തെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. അവന്റെ നാമം എത്ര വലിയതെന്ന് പറയുകയാണ്. അപ്പോൾ ആദവും ഹവ്വയും ഏദൻ തോട്ടത്തിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ദൈവം എന്നെ എന്തുമാത്രം സ്നേഹിച്ചു, ആ സ്നേഹം പങ്കുവയ്ക്കുകയാണ്. വിവാഹം അതിനു വേണ്ടിയാണ്. നമുക്ക് ദൈവം സഭ തരുന്നതിന് വേണ്ടിയാണ്.
ദൈവത്തിന്റെ സ്നേഹം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ അദൃശ്യ ഗുണങ്ങൾ, ക്ഷമ, കരുണ, സ്നേഹം, നമ്മളിലേക്ക് പകർന്നു തന്നിട്ടുള്ള ഗുണങ്ങൾ. ആ ഗുണങ്ങൾ വിനിമയം ചെയ്തുകൊണ്ടാണ് നമ്മൾ അവന്റെ മക്കളാണ് എന്ന് നമ്മൾ തെളിയിക്കും. ശരിക്കും യാക്കോബിന്റെ ലേഖനം വരുമ്പോഴേക്കും വിശ്വാസത്തിന്റെ സ്ഥിരത നമ്മളിൽ ഉണ്ടാക്കുന്ന സൽപ്രവൃത്തികളിൽ പ്രധാനമായത് ഈ വിനിമയം ഓഫ് ഗ്രേസ് ആണ്. കൃപയുടെ വ്യാപാര ശക്തി, നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുന്ന കൃപയുടെ വ്യാപാരമാണ് യാക്കോബിന്റെ ലേഖനത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട തീം. ഓക്കെ, അപ്പൊ നമുക്കിത് ഈ കൃപയുടെ വ്യാപാരം എന്ന് പറയുന്നത് കൃപാധനത്തിന്റെ വ്യാപാരം, അവൻ നമുക്ക് തന്നിരിക്കുന്ന കൃപാധനം വിനിമയം ചെയ്യാൻ വേണ്ടി നമ്മുടെ എല്ലാ ബന്ധങ്ങളും, നമ്മുടെ സഭയും, നമ്മുടെ ആളുകളും കൂട്ടങ്ങളും എല്ലാം, ദൈവം നമ്മുടെ ചുറ്റും തന്നിരിക്കുന്ന ബന്ധുക്കളും, വഴക്കുണ്ടാക്കുന്നവരെ, ശത്രുക്കളും, എല്ലാ മനുഷ്യരെയും ദൈവം തന്നിരിക്കുന്നത് അവരുടെ മുമ്പിൽ ക്രിസ്തു ജീവിക്കുന്നത് പോലെ ജീവിച്ച് അവന്റെ മഹത്വത്തെ എന്നിലൂടെ വെളിപ്പെടുത്താൻ വേണ്ടി. അപ്പൊ ദൈവം നമ്മളിലേക്ക് ഒത്തിരി ഗുണങ്ങൾ പകരുന്നുണ്ട്, അല്ലെ? സ്നേഹം പകരുന്നുണ്ട്. കർത്താവ് പറഞ്ഞ, പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിപ്പിൻ. അപ്പം ആ സ്നേഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഈ ഗുണങ്ങളാൽ ദൈവം എങ്ങനെയാണ് മഹത്വപ്പെടുന്നതെന്ന്, ആ പ്രാക്ടിക്കലി ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് മഹത്വപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയും. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് കർത്താവിന്റെ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് നീ എന്നെ അയച്ചിരിക്കുന്നു, 23-ാം വാക്യം, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയുവാൻ. അപ്പൊ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ലോകം എങ്ങനെ അറിയുന്നത്? ദൈവത്തിന്റെ സ്നേഹമാണ് കേസിന്റെ ഉള്ളിലുള്ളത് എന്ന് എങ്ങനെയാണ് അയൽവക്കക്കാരറിയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ അറിയുന്നത്? കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവർ ഒന്നാകേണ്ടതിന്. അപ്പം ശരിക്കും ഈ സഭയിലും കുടുംബത്തിലും അവിടെ എല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു യൂണിറ്റി ഉണ്ട്, നമ്മുടെ സഹോദരനോടുള്ള നമ്മുടെ പെരുമാറ്റം. ഈ പെരുമാറ്റം എങ്ങനെ ഉണ്ടാകുന്നതാണ്? ദൈവം നമ്മളെ സ്നേഹിക്കുന്നുള്ളതിന്റെ തെളിവാണ് ആ യൂണിറ്റി. അപ്പൊ ആളുകൾ എന്ത് കണ്ടിട്ടാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് കണ്ടുപിടിക്കേണ്ടത്? ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് ആളുകൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഐക്യം, നമ്മുടെ ആ പരസ്പര ഐക്യം കണ്ടിട്ടാണ്. നമ്മൾ വേറൊരാൾക്ക് വേണ്ടി മരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന കണ്ടിട്ടാണ്. ആ സ്നേഹം, ദൈവം നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹം കണ്ടിട്ടാണ് ആളുകൾ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. സോ വിനിമയം ഓഫ് ദാറ്റ് ക്യാരക്ടർ, ദൈവത്തിന്റെ ക്യാരക്ടറിന്റെ വിനിമയമാണ് നമ്മുടെ എല്ലാ ബന്ധങ്ങളും. ക്രിസ്തു എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം ശരിക്കും കർത്താവിന്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ സെയിംസ്, and that communicable attributes of God are distributed when we are living in faith by the help of the Spirit of God. These attributes are distributed. ക്ഷമിക്കുമ്പോൾ കർത്താവ് ക്ഷമിക്കുന്നവർ, നമ്മുടെ അല്ലത്, നമ്മുടെ റിസോഴ്സ് അല്ല, ക്രിസ്തുവിന്റെ റിസോഴ്സ് ആണ്. അപ്പം ഇത് സഹോദരനെ സ്നേഹിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റുകയില്ല? ദൈവം അവനെ സ്നേഹിക്കുന്നു എന്ന് കൺഫ്യൂസ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ പ്രശ്നമാണ്. യോഹന്നാന്റെ ലേഖനം വരുമ്പോഴേക്കും, ഇപ്പൊ ഞാൻ നിങ്ങളോട് യാക്കോബിന്റെ ലേഖനം സംസാരിക്കാൻ എനിക്ക് പ്രേരണയുണ്ടായി. ഞാനിത് നേരത്തെ സംസാരിച്ചിട്ടുണ്ട് 1-2 ചർച്ചകളിൽ പ്രൈവറ്റ് ആയിട്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എന്തിനാണ് ദൈവം എന്നെ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വിടുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ യാക്കോബിന്റെ ലേഖനം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും വ്യാഖ്യാനിക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരു ലേഖനമാണ് യോഹന്നാന്റെ ലേഖനം. അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന് എനിക്ക് പതുക്കെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. സോ ഇറ്റ് ഹാസ് ബീൻ എ ബ്ലെസ്സിംഗ് ടു മീ. സോ ഗോഡ് വാസ് ഷോയിങ് മീ ഹൗ ഇറ്റ് പ്രോഗ്രസസ് to the level of exchanging that love. ഓക്കെ, അപ്പം യാക്കോബിന്റെ ലേഖനം കഴിഞ്ഞ് അടുത്ത യോഹന്നാന്റെ ലേഖനം വരുമ്പോഴേക്കും, പത്രോസിന്റെ കഴിഞ്ഞിട്ടാണ് യോഹന്നാന്റെ ലേഖനം വരുമ്പോഴേക്കും, we see the exchange of love. സഹോദരനുള്ള സ്നേഹം അത് അഗപ്പയിൽ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കുള്ള വളർച്ച നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പൊ ഇത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള നമ്മുടെ പ്രായോഗികമായ വഴി. അതായത് how do you worship the Lord and hold him in honor and make his name known to everyone around us, not just by words, but also by the exchange of divine love and exchange of divine graces. ഇതാണ് ശരിക്കും ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം, ശണ്ഠയും കലഹവുമാണ് നമ്മളിൽ വരുന്നതെങ്കിൽ അതിനർത്ഥം, if you are quarrelsome and if you are inimical to your friends or brethren, അത് മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഇത് നമ്മൾ ഇപ്പോഴും കർത്താവിനാൽ വിശദീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ സെൽഫ് സെന്റേർഡ് ആണ്. നമ്മുടെ ജഡമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മുടെ ജഡം അധികാരം എടുത്തിരിക്കുകയാണ്, അത് ഓണർ ആഗ്രഹിക്കുകയാണ്.
ദൈവത്തിന്റെ രാജ്യത്വം അവന് വിട്ടുകൊടുക്കാതിരിക്കുകയാണ്. സോ ദർ ഇസ് നോ സാങ്ക്ടിഫിക്കേഷൻ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഇടയിൽ കലഹങ്ങളും വഴക്കുകളും ഉണ്ടാകും. ഉണ്ടാകാനുള്ള കാരണം വി ആർ അറ്റ് ദ സെന്റർ ഓഫ് അവർ ഓൺ ത്രോൺ എന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ സ്ഥിരത എന്താണ്? വിശ്വാസം ചെയ്യുന്നത് പ്രാക്ടിക്കലി ചിന്തിച്ചു നോക്കിയാൽ വിശ്വാസം ചെയ്യുന്നത് എന്താണ്? നമ്മെ പുറത്താക്കുകയാണ് തുടർച്ചയായിട്ട് ആ ത്രോണിൽ നിന്ന്. നമ്മുടെ സിംഹാസനത്തിൽ നമ്മളെ പുറത്താക്കുന്ന പരിപാടിയാണ് വിശ്വാസം. ഓക്കെ, ഞാനല്ല എന്ന് പറയുകയാണ്. നീ അല്ല, ഇനി ജീവിക്കുന്ന നീ അല്ല. യു ആർ ഡിസ്മിസ്ഡ് ഫ്രം ദ ത്രോൺ, യു ആർ പുഷ്ഡ് ഔട്ട് ഫ്രം ദ ത്രോൺ, യു ആർ നോട്ട് റെലവന്റ് ഹിയർ. അത് ഈ വിശ്വാസം എന്നോട് പറയാണ്, യു ഡൈഡ്, യു നോ ലോങ്ങർ ലിവ്, ക്രൈസ്റ്റ് ലിവ്സ് ഇൻ യു ആസ് യുവർ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ വിശ്വാസം ഓരോ സമയത്തും കർത്താവിനെ സിംഹാസനത്തിലേക്ക് കയറ്റുകയും അവനെ ആരാധനയ്ക്ക് പാത്രമാക്കുകയും നമ്മുടെ ശബ്ദം ഉയർത്തി അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ശബ്ദം ഉയർത്താതെ തന്നെ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചെറിയ ചെറിയ പ്രവൃത്തികളാൽ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. ഞാൻ ആന്ധ്രയിലായിരിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒരു പ്രസംഗിച്ച് നടക്കുമല്ലോ പല സ്ഥലത്തും, കർത്താവ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു, കർത്താവിനുള്ള ജീവൻ ഇതാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ ചർച്ചിലുള്ളൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, അണ്ണാ, നമ്മൾ എത്ര പ്രസംഗിച്ചാലും നമ്മൾ ആരെങ്കിലും പോയി ഒരു മാസം അവിടെ ജീവിച്ച് ഇതെന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാതെ ഇവർക്കൊന്നും ഇത് മനസ്സിലാവൂല. എത്ര ഭയങ്കരമായിരുന്നു. ശരിയല്ലേ? നമ്മൾ എത്ര പറഞ്ഞാലും ഈ ജീവിതം എന്താണെന്ന് നമ്മൾ അവരെ കാണിച്ചു കൊടുക്കേണ്ട കടമയുണ്ട്. അത് പക്ഷെ ഒരിക്കലും പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും ദൈവത്തിന് അതിനകത്തൊരു പെർഫെക്ഷൻ ഉണ്ടാക്കാൻ കഴിയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടറിഞ്ഞിട്ടുള്ള എൻ്റെ ബലഹീനതകളാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഐ ആം ടോർമെന്റഡ് ബൈ വാട്ട് എ വീക്ക് മാൻ ഐ ആം. But I understand the Lord's grace and how He is pulling out continuously from the world. ലോകത്തിൽ നിന്ന് എന്നെ വലിച്ചു പറിച്ചെടുക്കാൻ ദൈവം കഷ്ടപ്പെടുന്നത് എനിക്കറിയാം. I can sense that every moment. പക്ഷെ ദൈവം നമ്മുടെ ബലഹീനതകളെയും പലപ്പോഴും ഉപയോഗിക്കുന്നു. അവിശ്വാസികളായ ആളുകൾ ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ നമ്മൾ ദൈവത്തിന് മുമ്പിൽ തകർന്നു നുറുങ്ങി ഒന്നുമില്ലാതിരിക്കുമ്പോഴും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ആത്മാവിൽ നിന്നാണെങ്കിൽ, ഹൃദയത്തിനകത്തു നിന്നാണെങ്കിൽ, തീർച്ചയായിട്ടും അതൊരു വിറ്റ്നസ് ആയിട്ട് ചുറ്റുമുള്ള അവിശ്വാസികളിലേക്ക് വരും. അവരത് കണ്ടുകൊണ്ടിരിക്കും. അവർ കർത്താവിനെ നമ്മൾ വെളിപ്പെടുത്തുകയായിരിക്കും. Have you ever heard this saying? There are 5 Gospels. Do you know which are the 5 Gospels? 5 versions of Gospels. Matthew, Mark, Luke, and John, and me. മത്തായി, മർക്കോസ്, ലൂക്കോസ്, പിന്നെ ഞാൻ, യോഹന്നാൻ. ഞാൻ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഞാൻ. ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനും വായിക്കണേ അക്ഷരം പഠിക്കണം, അല്ലെ? അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷാ പരിചയം വേണം, കയ്യിലൊരു ബൈബിൾ വേണം. പക്ഷെ ഞാൻ എന്ന സുവിശേഷം പഠിക്കാൻ ഒരു ബൈബിൾ ഒന്നും വേണ്ട. അതൊന്നും വായിക്കാത്തവരും എന്നെ വായിക്കും. സോ ഐ ബിക്കം എ ലിവിങ് മെസ്സേജ് വെൻ ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഒന്നും പറയേണ്ട കാര്യമില്ല. There is a visible example. I don't want to say aloud. കാരണം ഒരു ഹൈന്ദവ മാർഗത്തിൽ വിശ്വാസത്തിൽ വന്ന ഒരു പെൺകുട്ടി, അവർ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നു. She faced so many hardships and her husband and family were against her, and she took baptism. And I told her, you go to your home, be with your husband as the most faithful, obedient, submissive wife. Don't push your religion into his throat. Be calm, be submissive. Don't bow down before other gods. But in everything else, submit to your husband. You know, both of them are here now. Even husband is here. That daughter is staying here for the last 20 days. She will be here for another 1. The husband has also come to talk with us. So her life became a worship in that family. And without one word spoken, without the Bible being opened before her husband understood the Lord lives. And there is the power of God that changes our lives. And he asked her, how could you change this much? And you know, that's what worship does. There are so many examples in our life. When we worship with our life, people around us, you don't speak anything. You don't push your religion through their throat who are unwilling to listen to you. Okay? Suddenly removing your
everything, every paraphernalia, and putting on white clothes and sitting from the morning 4 o'clock to 7 o'clock praying and annoying your partner and pushing that religion through his throat. Wait for him to come up. Wait for him. Um, wait upon the Lord and wait for this man to understand what Christian faith. Okay, I was just going through that, you know. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഉള്ളിൽ ഫെയ്ത്ത് എന്തുമാത്രം സ്ട്രോങ് ആണ്, കർത്താവിലുള്ള ഫെയ്ത്ത് എന്തുമാത്രം സ്ട്രോങ് ആണെന്ന് മനസ്സിലാകുന്നു നമ്മൾ ഈ കർത്താവ് നമുക്ക് തന്ന കൃപകളുടെ വ്യാപാരം കൊണ്ടാണ്. ആ വ്യാപാരം നടക്കാത്തിടത്ത് ശണ്ടകൾ, പിണക്കങ്ങളും വഴക്കുകളും വർദ്ധിച്ചു. അപ്പൊ സാങ്ക്ടിഫിക്കേഷന്റെ ഒരു പ്രധാന റിസൾട്ട്, നിങ്ങൾ നിങ്ങളുടെ അയൽവക്കങ്ങളുമായിട്ടുള്ള ബന്ധം ശരിയല്ലെങ്കിൽ, നിങ്ങളുടെ മക്കളും ഭാര്യയുമായിട്ടുള്ള ബന്ധം ശരിയല്ലെങ്കിൽ, നിങ്ങൾ എത്ര വലിയ പ്രാർത്ഥന കഴിച്ചാൽ you are not worshipping him and there is no exchange of divine grace, നിങ്ങൾ ക്ഷമിക്കാത്ത ആളുകൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ, നിങ്ങളുടെ അമ്മായപ്പനോടോ അമ്മയമ്മയോടോ മക്കളോടോ ഭർത്താവിനോടോ ഭാര്യയോടോ നിങ്ങൾ ക്ഷമിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർഷിപ്പ് കൊണ്ട് ഒരു കാര്യമില്ല. That offers you only fig leaves. ഇതാണ് യാക്കോബ് പറയുന്നത്. Your faith is dead without the fruits. ഫലം പുറപ്പെടുവിക്കാത്ത വിശ്വാസം ഡെഡ് ആണ്. ഇതാണ് യാക്കോബ് നമുക്ക് തരുന്ന മുന്നറിയിപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് നമ്മൾ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് വർഷിപ്പ് ചെയ്യാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് മഹത്വപ്പെടുത്താൻ, നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഫോക്കസ് ആൻഡ് ഓറിയന്റേഷൻ കൊണ്ട് മഹത്വപ്പെടുത്താൻ, നമ്മുടെ റിലേഷൻഷിപ്സ് കൊണ്ട് മഹത്വപ്പെടുത്താൻ നമുക്ക് കടമയുണ്ട്. സോ ദാറ്റ് ഷോസ് ഹൗ സ്റ്റേബിൾ ആർ വി ഇൻ ദ ലോർഡ്. ഇതിന് നമ്മൾ വളരെ വില കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഇതാണ് ഒരു ഭാഗം, യാക്കോബ് പറയുന്ന ഒരു ഭാഗം. യാക്കോബ് പറയുന്ന ഒരു ഭാഗം നമ്മുടെ റിലേഷൻഷിപ്സ് ആണ്. ഈ റിലേഷൻഷിപ്സിന്റെ ഭാഗത്ത് നമ്മൾ 4-ാം അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്നും? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ ഇച്ഛകളിൽ നിന്നല്ലേ. ഈ അവയവങ്ങളിലുള്ള പോരാട്ടം is something very serious, which I discussed with you last time when I was speaking. നമ്മുടെ അവയവങ്ങളിലാണ് ഈ പാപത്തിന്റെ ശക്തി മുഴുവൻ ഇരിക്കുന്നത്. The apostolic doctrine maintains it. Either Paul or James, whoever speaks about that slavery because of sin in our organs. അവയവങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തി, and that force in our organs, that force of sin in our organs makes us captives. അടിമകളാക്കി മാറ്റുന്നു. അവിടെ മുഴുവൻ ഭോഗ ഇച്ഛകളാണ്. ഈ അവയവങ്ങൾ നമ്മൾ ഭോഗത്തിനായി ചെലവിടുകയാണ് ചെയ്യും. കാഴ്ച, ഫോർ എക്സാമ്പിൾ, തിങ്സ് ദാറ്റ് വി വാണ്ട് ടു സീ. ഓക്കെ, ഈ ലോകത്തിന്റെ ഗ്ലോറിയിലേക്കാണ് ഈ കണ്ണ് നമ്മളെ എപ്പോഴും എത്തും, സുന്ദരമായതിൽ അല്ലെ. ശരിക്കും നമ്മൾ ഒരു മനുഷ്യനെ നോക്കി ദുഷിക്കും അവന്റെ സൗന്ദര്യത്തെ അല്ലെ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞ പോലെ നാവ് വെച്ച് ദോഷം പറയുന്നത്. ശരിക്കും ദൈവത്തിന്റെ സൃഷ്ടിയെ, നല്ല കാഴ്ചകൾ കാണാൻ പോകുന്ന ആൾക്കാർ, നല്ല അല്ലെ, പ്രകൃതി, അവിടെ നല്ല പ്രകൃതിയാണ്, ശരിയാണ്, അതൊക്കെ കണ്ണിന് ആനന്ദകരമാണ്, ദൈവത്തിന് നന്ദി പറയാം. ഓക്കെ, പക്ഷെ എല്ലാം മനോഹരമാണ് ഇൻ വൺ സെൻസ്, യുനോ. എല്ലാ മനുഷ്യരും നല്ലവരാണ് ആണോ? അതേസമയത്ത് പാപികളുമാണ്. സോ സൗന്ദര്യത്തിന്റെ കാര്യം നോക്കിയാൽ ഓൾ ആർ ബ്യൂട്ടിഫുൾ. സോ എവ്രി ഹാൻഡി വർക്ക് ഓഫ് ഗോഡ് ഗുഡ്. ഒരർത്ഥം. ഓക്കെ, നമ്മുടെ സെൻസിന് എൻജോയ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, പക്ഷെ അതെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് വാട്ട് വി ക്യാൻ ഡു. ഓക്കെ, സോ നമ്മൾ ലോകത്തെ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ച ഒരു കാര്യമാണ്, ദൈവം അവന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നത്, അത്ഭുതത്തെ വെളിപ്പെടുത്തുന്നത് മനുഷ്യരിലൂടെയാണ്. അങ്ങനെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ്. കർത്താവ് പറയുന്നൊരു കാര്യമാണ്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് വിചാരപ്പെടരുത്, ഇവയൊക്കെ ജാതികൾ അന്വേഷിക്കും. അപ്പൊ അതിന് മുമ്പ് കർത്താവ് പറഞ്ഞൊരു എക്സാമ്പിൾ, ആകാശത്തിലെ താമരയെ നോക്കുകയും, അല്ലെങ്കിൽ ആകാശത്തിലെ പറവകളെ നോക്കുകയും, വയലിലെ താമരകളെ നോക്കും. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, നൂൽ നിൽക്കുന്നില്ല, കളപ്പുരിൽ സൂക്ഷിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ശലോമോൻ പോലും ഈ വയലിലെ താമര പോലെ അവന്റെ സർവ്വമഹത്വ കാലത്തും വിളങ്ങിയിരുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയാം. എന്നിട്ട് പറയാണ്, ഇന്ന് നിലനിൽക്കുകയും നാളെ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്ന വയലിലെ താമരയെ നിങ്ങളുടെ പിതാവ് ഇങ്ങനെ ചമയ്ക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്രയധികം കാണാൻ ചോദിക്കും. ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. എനിക്ക് ഇതിന്റെ ആ ഒരു ലോജിക്ക് മനസ്സിലായത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമാണ്, 2019 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ 2019 ഞങ്ങള് ചർച്ചായിട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. 2 ചർച്ചുകൾ,
ഒന്നിച്ച് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. കൊടൈക്കനാലിനടുത്ത് പാച്ചലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ട്. കൊടൈക്കനാൽ 40-50 കിലോമീറ്റർ ദൂരമാണ്. അപ്പോൾ അവിടെ ഒരു നമുക്ക് തമിഴ്നാട്ടിലെ പാസ്റ്റേഴ്സിന്റെ ഒരു ഫെലോഷിപ്പ് ഞങ്ങൾക്കുണ്ട്. തമിഴ്നാട്ടിലെ പാസ്റ്റേഴ്സിനോട് വചനം പറയുന്ന, അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്ന ഒരു ഫെലോഷിപ്പ് ഉണ്ട്. ഞങ്ങൾ വല്ലപ്പോഴും അവിടെ 3 ദിവസത്തെ ബൈബിൾ ക്ലാസ് വയ്ക്കും. ഏപ്രിലുണ്ട്. ഇനി കഴിഞ്ഞ ജനുവരി 1 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു, അവരുടെ മീറ്റിംഗ് പകൽ സമയത്ത് നടക്കട്ടെ. 9 മണി മുതൽ 3 മണി വരെയുള്ള അവരുടെ മീറ്റിംഗ്, അല്ല 4 മണി വരെ. അത് കഴിഞ്ഞ് അവർ പോകും. വൈകിട്ട് നമുക്ക് കൂടാം. ഓക്കെ, മലയാളം കോൺഗ്രസ്. അപ്പം വിശ്രമം ഇല്ലാത്തത് എനിക്ക് മാത്രമേ കാണുള്ളൂ, 1-2 പേർ. ബാക്കിയുള്ളവർക്ക് രാവിലെ കാഴ്ചകൾ കാണാൻ പോവാം. ഏതാ പകൽ സമയത്ത് തമിഴ് മീറ്റിംഗ് നടക്കുമ്പോൾ മലയാളികൾക്ക് കാഴ്ചകൾ കാണാം. എങ്ങനെയുണ്ട് ഐഡിയ? ഭയങ്കര ഐഡിയ അല്ലേ? എനിക്ക് തന്നെ എന്നോടൊരു ബഹുമാനം തോന്നി. ഇങ്ങനത്തെയൊക്കെ ഐഡിയ കയ്യിലോട്ടല്ലോ എന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോഴല്ലേ ദൈവത്തിന്റെ പണി ഇതിനേക്കാളൊക്കെ വലുതാന്ന് മനസ്സിലായത്. അവിടെ ചെന്നപ്പം ആരെയും കൊടൈക്കനാലോട്ട് കയറ്റി വിടുന്നില്ല. ഇവര് വന്ന വലിയ വണ്ടിയിലാണ്. ആ വലിയ വണ്ടി അങ്ങോട്ട് കയറ്റി വിടും. ട്രാഫിക് ബ്ലോക്ക്, ഭയങ്കര തിരക്ക്. അപ്പൊ ആ പരിപാടി നിർത്തി. തന്നെയല്ലേ 40 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലണമെങ്കിൽ 2-3 മണിക്കൂർ എടുക്കുമെന്നാണ് ആളുകൾ പറഞ്ഞത്, ട്രാഫിക്കും എല്ലാം ആയിട്ട്. അപ്പം 6 മണിക്കൂർ പകൽ സമയത്ത് പോക്കാം. അപ്പൊ എല്ലാം കൂടെ കൂടി ഒരു കാര്യം മനസ്സിലായി, കൊടൈക്കനാൽ പരിപാടി നടക്കും. അപ്പൊ ഈ വന്ന ടീമുകളിൽ ഒരു പങ്ക് കൊടൈക്കനാൽ കാണാൻ വേണ്ടി മാത്രം വന്നവരുണ്ട്. എന്ത് ചെയ്യും, എന്ത് മറുപടി പറയും? ഞാനിങ്ങനെ വിചാരിച്ചു, കർത്താവേ എന്ത് പറയും? അപ്പൊ ഞാൻ ഈ വാക്യം ഓർത്തു, വയലിലെ താമരകൾ കൊടൈക്കനാൽ. ദൈവം വളരെ മനോഹരമായിട്ടാണ് അത് ചമയിക്കുന്നത്. അതായത് ലുലുമാളിൽ പോയി സലോമോന്റെ മുഖത്തും കാണുന്നതിനേക്കാളും നല്ലത് കൊടൈക്കനാലിൽ പോയി ദൈവം സൃഷ്ടിച്ച വയലിലെ താമരകളെ നോക്കുന്നു ആണോ? അതല്ല എൻ്റെ അർത്ഥം. അതായത് ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഈ വയലിലെ താമരയോളം ചമഞ്ഞിരുന്നില്ല. അപ്പൊ ഏതിനാ കൂടുതൽ മഹത്വം? വയലിലെ താമരയ്ക്ക അല്ലെ? അപ്പൊ ഏറ്റവും താഴെ ശലോമോന്റെ ഗ്ലോറി, അതിനു മുകളിൽ വയലിലെ താമരയും. എന്നാൽ അതിനേക്കാളും മുകളിലൊരു സാധനം ഉണ്ടെന്നറിയോ? അല്പവിശ്വാസികളായ നിങ്ങളെ ദൈവം എത്ര അത്ഭുതകരമായി ചമയും. അപ്പൊ ഏറ്റവും വലിയ കാഴ്ച എന്തായിരുന്നു? ഈ തമിഴ്നാട്ടിലെ മിഷണറിമാരെ കർത്താവ് നടത്തുന്ന വഴികളാണ്. ഞാൻ പറഞ്ഞു, ഇതൊരു പക്ഷെ ദൈവം പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ ഇവിടം വരെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നമുക്കിരുന്ന് അവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കാം. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ദൈവം എന്നെ തലയുരി തന്നത്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം അവന്റെ മഹത്വത്തെ വെളിപ്പെടുന്നു. വയലിലെ സൃഷ്ടിയൊക്കെ നോക്കി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, പക്ഷെ നമ്മളെ പരിപാലിക്കുന്നതാണ് ശരിക്കും അത്ഭുതം. എന്തെങ്കിലും വിശ്വാസം ഉണ്ടായിട്ടാണേലും കുഴപ്പമില്ല. ഈ നമ്മൾ അല്പവിശ്വാസികളായിട്ട് പോലും നമുക്കൊരു കുറവും വരാതെ ദൈവം സംരക്ഷിക്കുന്നു. ശത്രുക്കളായിരുന്നിട്ട് പോലും അവന്റെ പുത്രനെ തന്ന് നമ്മളെ ഓരോ ദിവസവും അവന്റെ കൃപയുടെ കമ്മ്യൂണിക്കേഷനിലൂടെ നടത്തുന്നതിനേക്കാളും വലിയ അത്ഭുതം എന്താ ഉള്ളത്? അതിലും കൂടുതൽ കാണാൻ എന്ത് കാഴ്ചയുള്ളത്? നമുക്ക് മനുഷ്യരുടെ അടുത്ത്, സഹോദരങ്ങളുടെ അടുത്ത് ചെലവിടുന്ന പോലെ മനോഹരമായ സമയങ്ങൾ ഒരു കൊടൈക്കനാലിലും കിട്ടില്ല, ഒരു മാളിലും കിട്ടില്ല, ഒരു മനുഷ്യനിർമ്മിതമായ ഒരു സ്ഥലത്തും കിട്ടില്ല. ദ ബെസ്റ്റ് ടൈം ഈസ് ദ ടൈം ദാറ്റ് വി സ്പെൻഡ് വിത്ത് അവർ ബ്രദറൻ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഗപ്പയുടെ വിനിമയം അവിടെ നടക്കുകയുള്ളൂ. ഞങ്ങളൊരു സുഹൃത്തുക്കളുടെ ഫാമിലിയായിട്ട് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് ഒരു ഗാർഡൻ ഉണ്ട്. അവിടെ ചുമ്മാ കാണാം. നമ്മുടെ അടുത്തുള്ളൊരു വീട്ടിൽ പോയത്. അപ്പൊ അവിടുത്തെ സിസ്റ്റർ എന്നോട് പറയുന്നുണ്ട്, ഇത് നോക്കി, ഈ മരം എന്താണെന്നറിയാമോ? ഈ മരത്തിന്റെ ഏതാണ്ട് ബയോളജിക്കൽ നെയിം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ഇത്ര എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഇതിലൊന്നും യാതൊരു താല്പര്യമില്ല അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങളോടൊക്കെ സംസാരിക്കുന്നതാണ് എൻ്റെ താല്പര്യം. That excites me more than what you see around me. People are more important because the Lord died for you, not for those trees. So what is precious and what's valuable? നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളാണ് നമുക്ക് ഏറ്റവും വാല്യൂബിൾ. സമ്പത്തല്ല, മഹത്വമല്ല, ലോകമല്ല. നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങൾ, കർത്താവിന്റെ ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ടവർ, വേദനിക്കുന്നവർ, നമ്മുടെ സഭയിലെ കഷ്ടതകൾ അനുഭവിക്കുന്നവർ, അവരാണ് ഏറ്റവും പ്രഷ്യസ്. അവരുടെ അടുത്ത് പോയി ഇരിക്കുന്നതാണ് ഫെയ്ത്ത്. അവരെ കെട്ടിപ്പിടിക്കുന്നതാണ് ഫെയ്ത്ത്. അവരുടെ വേദനയിൽ അവരോട് പങ്കാളികളാകുന്നതാണ് വിശ്വാസം. ആ വിശ്വാസത്തിന്റെ സ്ഥിരതയിലേക്കാണ് നമ്മൾ നടക്കേണ്ടത്. ഇറ്റ്സ് നോട്ട് എൻജോയിങ് ദ വേൾഡ്. ഓക്കെ, വി നീഡ് ടു ബി താങ്ക്ഫുൾ ഫോർ എവറിത്തിങ്. ഐ അഗ്രി ടു ആൻ എക്സ്റ്റെന്റ്. ബട്ട് ബിയോണ്ട് ദാറ്റ്,
There's a relationship that we build with the church as an organ. Every member is connected to us through that main bone and blood and that system, nervous system or whatever. Every system connect all these organs together, tie all these organs up. അപ്പൊ ആ ഒരു ബന്ധം എന്താ തെളിയിക്കുന്നത്? ആ ഒരു ബന്ധം തെളിയിക്കുന്നത് വി ബിലോങ് ടു ദ ലോർഡ്. കർത്താവ് പറയാണ്, ഞാൻ അവരെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് ലോകം അറിയണമെങ്കിൽ ഇവരൊരു യൂണിറ്റ് ആയിട്ട് മാറും. അവരുടെ ഇടയിൽ അഗപ്പയുടെ വിതരണം കാണണം. ശരിക്കും സഭയുടെ ലക്ഷ്യം ഈ അഗപ്പയുടെ വിതരണമാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രേസ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്രേസ് എന്ന് പറയും. ഈ ഗ്രേസിന്റെ എക്സ്ചേഞ്ച് ദൈവത്തിന്റെ കൃപയാൽ മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പൊ യാക്കോബിന്റെ പ്രധാനപ്പെട്ട തീം അതാണ്, ഹൗ വി ആർ വിത്ത് അവർ ബ്രദറൻ. ഇപ്പം ഇനി യോഹന്നാനിലേക്ക് കടക്കാൻ എളുപ്പം. ഇവിടെ നിന്ന് യോഹന്നാനിലേക്ക് കിടക്കുമ്പോൾ ഈ ഒരു കർത്താവിന് അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളോടുള്ള ആ സ്നേഹം ആണ് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് അത് മുഴുവൻ കാണേണ്ടത്. ഹൗ ദ ലോർഡ് ലുക്സ് അറ്റ് എ ഹ്യൂമൻ ബീങ്. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ കൃപയോടെ, അവൻ നമ്മോട് കാണിച്ച കരുണയോടെ, അവൻ നമ്മോട് കാണിച്ച സ്നേഹത്തോടെ നമ്മുടെ ചുറ്റുമുള്ളവരെ നോക്കുന്നതും അവരെ കാണുന്നതും അവരുടെ കഷ്ടതകളിൽ അവരോടൊപ്പം ഇരിക്കാൻ പറ്റുന്നതും ഒക്കെ അവനെ, ദൈവത്തെ ആരാധിക്കുകയാണ്. എങ്ങനെ ആരാധിക്കുന്നത്? ദൈവത്തിന്റെ ഗുണങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ദൈവം നമുക്ക് തന്ന സ്നേഹത്തെയാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്. അവിടെ തിരിച്ചടി കിട്ടിയാൽ, നന്മ ചെയ്തിട്ട് തിരിച്ചടി കിട്ടിയാൽ ഉടനെ പറയണം, ഓ ഇതാ ബ്രദറെ, ഇക്കാലത്ത് ഒരു നന്മ ആർക്കും ചെയ്യരുത്. ചിലർ പറയും ഒരു മനുഷ്യനെ ശത്രുവാക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി അവന് ഇത്തിരി പൈസ കടം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അവൻ ആ വഴിക്ക് വരിക, പിന്നെ കാണുമ്പോൾ അകന്ന് നടന്നോളും. കാരണം കൊടുക്കണമല്ലോ പൈസ തിരിച്ച്. അതുകൊണ്ട് ഒരാളെ ശത്രുവാക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് പൈസ എടുത്തവൻ്റെ കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഉഴപ്പനാണെങ്കിൽ ആ വഴി പിന്നെ വരികയില്ല. വേണേ പരീക്ഷ നോക്കാം. അപ്പൊ നന്മ ചെയ്ത് കുറെ ആയി കഴിയുമ്പോൾ നമുക്ക് മടുക്കുമോ? ഈ നന്മ ചെയ്യുന്നവരെല്ലാം തിരിച്ചടിക്കണം. അപ്പൊ അപ്പോസ്തലന്മാർ പറഞ്ഞുതരാം, അങ്ങനെയല്ല. നന്മ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും മടുക്കും. കാരണം ഇതൊന്നും തിരിച്ചിട്ടാനൊന്നും പോകുന്നില്ല. കർത്താവ് പറഞ്ഞ സഹോദരനെ മാത്രം വന്ദന ചെയ്യത്തില്ല, അപ്പൊ തിരിച്ചു കിട്ടും. ഈ തിരിച്ചു കിട്ടുന്നവരെ തിരിച്ച് അവരും വിളിച്ച് നിങ്ങൾക്ക് സൽക്കാരം തരും. അത് കാര്യമില്ല. തിരിച്ച് കിട്ടാത്തത് നന്മ ചെയ്യണം, മടുക്കരുത്. അവൻ തെറി പറഞ്ഞിട്ട് പോകുമ്പോൾ പിന്നെ നന്മ ചെയ്യണം, മടുത്തു പോകരുത്. അവൻ നിങ്ങൾ കൊടുത്ത പൈസ കൊണ്ട് ദൂർത്തെറിച്ച് വേറെ പണി ചെയ്തു, ഓക്കെ ഫൈൻ, സ്റ്റിൽ ലവ് ഹിം. ഇത് എങ്ങനെ സാധിക്കും? അവിടെയാണ് കർത്താവ് മൂത്തപ്പെടുന്നത്. പറയും, കർത്താവാണ് ചെയ്യുന്നത്, കർത്താവാണ് ഇത് ചെയ്യുന്നത്, ഞാനല്ല, എന്നെ കൊണ്ട് കഴിയില്ല. ബട്ട് ദ ലോർഡ് ഈസ് ഡൂയിങ് ഇറ്റ് ഇൻ മീ എന്ന് എനിക്ക് മനസ്സിലാവും. എനിക്കത് മനസ്സിലായി കഴിയുമ്പോൾ എനിക്ക് പുകഴാനൊന്നും ഉണ്ടാവില്ല. ദ ലോർഡ് ഈസ് ഡൂയിങ് ഇറ്റ് ഇൻ. അത് യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ തന്നെ അത് വ്യക്തമാക്കുന്നതാണ്. ഗിരിപ്രഭാഷണത്തിൽ ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം. എങ്ങനെയാണ് നമ്മൾ സഹോദരങ്ങളോട് പെരുമാറേണ്ടത്, ആ സ്നേഹം എങ്ങനെയാണ് നമ്മൾ നിറവേറ്റുന്നത്? ഓക്കെ, നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് കിടക്കാം. നിങ്ങളുടെ ചണ്ടയും കലഹവും എവിടെ? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ ഇച്ഛകളിൽ നിന്നല്ലയോ? ഈ നമുക്ക് സ്വയം രക്ഷപ്പെടാനുള്ള ഒരു ഇൻസ്റ്റിങ് ഉണ്ടല്ലേ. ഒരാൾ കർണക്കുറ്റി നോക്കി ഇങ്ങനെ അടിക്കാൻ നമ്മൾ മറ്റേ കാരണം കാണിച്ചു കൊടുക്കണമല്ലോ, ആ സമയത്ത് നമ്മൾ ഓർക്കില്ല, പെട്ടെന്ന് മാറാൻ ശ്രമിക്കും, ഇല്ലേ? അല്ല, അടിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുമോ? ഇല്ല. അത് നമ്മുടെ ശരീരത്തിന്റെ ഒരു റിയാക്ഷനാണ്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള റിയാക്ഷൻ ഉണ്ട് നമുക്ക്, ബയോളജിക്കലാണ്. ശരിയാണ് ഞാൻ പറഞ്ഞത്? ഒരാൾ നമ്മുടെ നേരെ എന്തെങ്കിലും ഒരു സാധനം എറിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റിങ്റ്റീവ്ലി നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. അപ്പൊ അങ്ങനെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം നമുക്കുണ്ട്. അത് ശാരീരികമായ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമല്ല, ഒരു മനുഷ്യനോടുള്ള ആർഗ്യുമെന്റിൽ തോക്കുന്നത് ഒരു തോൽവിയാണ്, ഒരടി കിട്ടുന്ന പോലെയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാനും, നമ്മൾ അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാനും, നമ്മൾ തോറ്റുപോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ ഒരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോടാണ് പറഞ്ഞതെന്നറിയില്ല, ഇന്ന് എല്ലാം കോമ്പറ്റീഷനാണ്. പാട്ടുകൾ കോമ്പറ്റീഷനാണ്, പ്രസംഗവും കോമ്പറ്റീഷനാണ്. നിങ്ങളോടാണ് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഈ ശുശ്രൂഷകളും കോമ്പറ്റീഷനാണ്. അപ്പം ഈ പ്രസംഗത്തിനിടയിൽ ഇത്തരം കോമ്പറ്റീഷൻ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, ശരിക്കും അറിയത്തില്ല. ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഐ നെവർ തോട്ട് വാസ് എ കോമ്പറ്റേറ്റീവ് ഫീൽഡ് എന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പൊ കോമ്പറ്റീഷൻ വരുന്നത് എങ്ങനെയാ? അവനെ വളരാൻ അങ്ങനെ വിടാൻ പാടില്ല. ചണ്ടയും കലഹവും ഈർഷ്യ എവിടെ നിന്നുണ്ടാകുന്നത്? ഡിഫൻസ് മെക്കാനിസമാ ശരീരത്തിന്റെ. എന്റെ ശുശ്രൂഷകൾ കുറയുമോ? എന്റെ റെലവൻസ് ഇല്ലാതായി പോകുമോ? ആളുകൾ എന്നെ മൈൻഡ് ചെയ്യാതിരിക്കുമോ?
എന്നിങ്ങനെയുള്ള നമ്മുടെ ഉള്ളിൽ വരുന്ന ഡിഫൻസ് മെക്കാനിസം, അത് ശരീരത്തിൽ നിന്ന് ആക്രമണം വരുമ്പോൾ തടയുന്ന അതേ ഡിഫൻസ് മെക്കാനിസം തന്നെയാണ് നമ്മൾ ജോലിയിൽ ഒരുത്തൻ എന്റെ മുമ്പിൽ കയറുമോ, അതായത് ദ ഹോൾ പേഴ്സണാലിറ്റി ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ അവർ ഇൻസ്റ്റിങ്സ്. അപ്പൊ ഇൻസ്റ്റിങ്റ്റീവ്ലി നമ്മൾ കള്ളന്മാരും ചതിയന്മാരും പിന്നെ സ്വാർത്ഥരുമാണ്. അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു മെക്കാനിസമാണ്. ഈ ലോകത്ത് നമ്മൾ സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ അത് വേണം, അല്ലേ? ഈ ലോകത്ത് രോഗങ്ങൾ ഇല്ലാതായി പോയാൽ എന്തായിരിക്കും ഡോക്ടർമാരുടെ നഴ്സുമാരുടെ അവസ്ഥ? ഇപ്പൊ കോവിഡ് വന്നപ്പോഴേക്കും നഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഓപ്പർച്യൂണിറ്റി കൂടുക ചെയ്തു, അല്ലെ? വൺ വേ ഇറ്റ് വാസ് എ ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് ഫോർ ദം. ഇപ്പൊ എവിടെയും നമ്മൾ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ദരിദ്രനാകണം. ലോകത്തിന്റെ എല്ലാ വ്യവസ്ഥയിലും ഒരു പരിധി കൂടുതൽ നമുക്ക് ഇപ്പൊ ഡോക്ടർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇഷ്ടം പോലെ പ്രാക്ടീസ് തരണേന്ന്? പ്രാർത്ഥിക്കാൻ പറ്റും, അല്ലേ? പക്ഷെ അതിനകത്തൊരു ഒരു അസ്വസ്ഥതയില്ലേ? ഇപ്പൊ വാക്സിനേഷൻ, കോവിഡ് വാക്സിനേഷൻ ഇറക്കുന്ന ആൾക്കാർ ഭയങ്കര ഇൻവെസ്റ്റ് ചെയ്ത് വാക്സിനേഷൻ ഇറക്കിയിട്ട് ആ സമയം വിളിക്കും കോവിഡ് ഇല്ലാതായി പോയെങ്കിൽ ഇത്രയും എമൗണ്ട് ഓഫ് റിസർച്ച് വാങ്ങിക്കാൻ ആരുമില്ല. സി ദ വേൾഡ് ഇങ്ങനെയാണത്. അതിനകത്ത് നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ഇൻസ്റ്റിങ്സ് വെച്ച് നമ്മൾ വേറെ ആളെ അത് അടിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അത് ശണ്ടയും കലഹവുമായിട്ട് മാറുമ്പോൾ ഇത് ഈ അവയവങ്ങൾ നമ്മളിൽ വാഴുന്നു എന്നാണ് അതിനർത്ഥം. ഈ അവയവങ്ങളിലെ തത്വങ്ങൾ നമ്മളിൽ വാഴുന്നു. അതിനിടയിൽ കർത്താവിന്റെ ഒരു ചിന്ത വരുന്നതേ ഇല്ല. ഓക്കെ, അപ്പൊ കർത്താവ് ആയിരുന്നെങ്കിൽ എന്ന ചിന്തയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അതിമഹത്തായ ഒരു വിശ്വാസം സ്ഥിരമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡെയിലി ലിവിങ്ങില് യേശുക്രിസ്തുവിന്റെ രാജത്വത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് എ ലിബറേറ്റിംഗ് എക്സ്പീരിയൻസ്. അതിനർത്ഥം നമ്മൾ ഒന്നുമില്ലാത്തവരെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നല്ല. കാരണം എന്താ? അപ്പൻ മക്കൾക്ക് കരുതുന്ന പോലെ അവൻ നമുക്ക് വേണ്ടി കരുതിക്കൊള്ളും. അതാണ് നമുക്ക് തരുന്ന വാഗ്ദത്തം. നിങ്ങൾ എന്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ നിങ്ങൾ പട്ടിണി കിടക്കുന്നവരായിരിക്കില്ല, പട്ടിണി കിടന്നാലും നിങ്ങൾ സഹിച്ചോ, പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതാ ദിവസം എടുത്തു തരാൻ എന്നെ കൊണ്ട്. ഇത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ വിശ്വാസത്തിന്റെ സ്ഥിരമായ ഒരു ക്രിസ്തുവിന്റെ ജീവനിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. വി നീഡ് ടു ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ദ ലോർഡ്. ഞാനൊരു എക്സാമ്പിൾ പറയാം എന്റെ ജീവിതത്തിൽ നിന്നാണ്. ഞാനൊരു ദിവസം ഞങ്ങൾ മല്ലപ്പള്ളിയിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ സംസാരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരാൾ നമ്മുടെ ഉടുപ്പെടുത്താൽ പുതുപ്പ് കൊടുക്കണം, ഇങ്ങനെയൊക്കെയാണ് വേദപുസ്തകം പറയുന്നത്. അപ്പൊ ആ ഒരു നീതിയിലേക്ക് നമുക്ക് എത്തുക എന്ന് പറയുന്നത് മാനുഷികമായി സാധ്യമല്ല, പക്ഷെ ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മളിൽ അത് നടപ്പാക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ ഞാൻ ഈ പറഞ്ഞതിൽ? ഇല്ലല്ലോ, ഞാൻ സാമാന്യമായിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ അടുത്ത മാസം ഞാനവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഒരു അത്ഭുതം നടന്നു. അത്ഭുതമല്ല, ഒരു മനുഷ്യൻ അവിടെ ഒരു നോട്ടീസ് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. നോട്ടീസ് ഏതോ ഒരു ക്രിസ്ത്യൻ പത്രത്തിന്റെ ഒരു പേജ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുന്നത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്താണെന്നറിയാം? എന്നെ കുറിച്ചുള്ള ഒരാൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടു. നിങ്ങളുടെ അതിരാരെങ്കിലും മാന്തിയാൽ അത് വിട്ടുകൊടുക്കണം, നിങ്ങളുടെ വസ്ത്രം ആരെങ്കിലും എടുത്താൽ പുതപ്പ് കൊടുക്കണം. ചോദ്യോത്തരമാണ്, ചോദ്യം ചോദിച്ചേക്കുക. ഇങ്ങനെ ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു. അങ്ങനെ ആളുകൾ നമ്മൾ വിട്ടുകൊടുക്കാൻ തുടങ്ങിയാൽ ഈ ലോകം വന്ന് നമ്മുടെ പുറത്ത് കയറുകയില്ലേ? നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയില്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചോദ്യം. എഡിറ്ററുടെ മറുപടി: അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. എങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റത്തില്ല? ഈ ചോദിക്കുന്നതെല്ലാം വിട്ടുകൊടുക്കുന്ന ഇക്കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരെങ്കിലും നമ്മൾ അതിക്രമിച്ച് കയറിയാൽ പോലീസിൽ കേസ് കൊടുക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമൊന്നുമില്ല. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് അത് ശരിയാണ്. ഇതെല്ലാവർക്കും വിതരണം ചെയ്തു, പുള്ളി പ്രിന്റ് ചെയ്ത്. ഞാൻ സ്റ്റേജിലോട്ട് പോകുന്ന വഴിക്കാണ് ഒരാൾ ഈ പേപ്പർ എനിക്ക് തരുന്നത്. അപ്പൊ ഫ്രണ്ടിലിരുന്ന് ഞാനിത് വായിച്ചു പ്രസംഗത്തിന് മുമ്പ്. ഈ ഭയങ്കര സങ്കടം തോന്നി, എന്നെ തന്നെ ഓർത്തു. കാരണം എന്താണെന്നറിയോ? ഞാനതൊരിക്കലും പ്രസംഗിക്കരുതായിരുന്നു. കാരണം അടിസ്ഥാനങ്ങളില്ലാതെ നമുക്ക് പരിജ്ഞാനത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല. എന്താണ് അടിസ്ഥാനം? അടിസ്ഥാനങ്ങൾ പറയാതെ, അതാണ് എല്ലാവരും ഉപദേഷ്ടാക്കന്മാരായിരിക്കുക എന്ന് പറയുന്നത്. അടിസ്ഥാനം എന്താണ്? നിർജ്ജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം. ദൈവത്തിങ്കിലെ വിശ്വാസം എന്താ? എനിക്ക് ഒരുത്തൻ പുതപ്പ് ചോദിച്ചാൽ ഉടുപ്പും കൂടെ കൊടുത്താലും എനിക്കൊന്നും പോകാതെ നോക്കാൻ കർത്താവിന് അറിയാം. എന്ന് മാത്രമല്ല, അവൻ അനുവദിക്കാതെ ഒരുത്തിനും അങ്ങനെ ഒന്നും തട്ടിപ്പറിക്കുകയുമില്ല. ദൈവത്തിന്റെ പരമാധികാരത്തിലും അവന്റെ നടത്തിപ്പിലും എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ
എനിക്ക് ആ പരിജ്ഞാനത്തിന്റെ വചനങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ, ധൈര്യം ഉണ്ടാവുകയുള്ളൂ. കാരണം ദ ലോർഡ് വിൽ പ്രൊട്ടക്ട് മീ, സീ മീ ത്രൂ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ. അപ്പൊ ഫൗണ്ടേഷൻസിൽ ഉറയ്ക്കാത്ത ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന ആ ഒരു ഫെയ്ത്തിന്റെ കൺസിസ്റ്റൻസിയിലേക്ക് പോകാൻ പറ്റില്ല. വി നീഡ് ടു ഹാവ് എ സോളിഡ് ഫെയ്ത്ത് ആൻഡ് വി ഷുഡ് ബി ഫിക്സ്ഡ് അപ്പോൺ ദ ഫണ്ടമെന്റൽസ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. ഇപ്പൊ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, കർത്താവെ നീ അറിയാതെ ഒരാൾ പോലും, ഒരു തലമുടി നാര് പോലും നിലത്ത് വീഴില്ല, എന്ത് വീണാലും വീണില്ലെങ്കിലും നിനക്ക് സ്തോത്രം എന്നെന്റെ ഹൃദയത്തിൽ കർത്താവിനോട് ആരാധന ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നും പ്രശ്നം. ഞാനിത് പറഞ്ഞു വന്നത് ഈ ഭോഗേച്ഛകളോട് നമ്മൾ പോരാടേണ്ടതിന്റെ ആവശ്യത്തെ, നമ്മൾ എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ട്. ഇന്ന് ചർച്ചകളിലാണെങ്കിലും പാട്ടുപാടൽ മത്സരം, പണ്ടൊക്കെ എന്തതിശയമേ ദൈവത്തിൽ സ്നേഹമെന്ന് പാടിയത് അതിശയം കൊണ്ട് തന്നെ പാടിയതാണ്. അതിശയം തോന്നിയിട്ട് അങ്ങനെ അയാൾ ആ ദേവദാസൻ അങ്ങനെ എഴുതി വെച്ചത്. എന്ത് അതിശയമേ ദൈവത്തിന് സ്നേഹം, എത്ര മനോഹരം, ചിന്തയിൽ എനിക്ക് അടങ്ങാൻ പറ്റാത്ത സിന്ധു നദി പോലെ അത് ഓരോ ഇഞ്ച് ചെല്ലുന്തോറും ഓരോ മീറ്റർ ചെല്ലുന്തോറും വളർന്നു വളർന്നു വരും. ഇന്ന് നമ്മൾ പാടുന്നത് എങ്ങനെയാണെന്നറിയാം? നീ പാടുന്നതാണോ ഞാൻ പാടുന്നതാണോ സംഗതി ശരി, നിനക്കാണോ എനിക്കാണോ ഇതുകൊണ്ട് ഫസ്റ്റ് കിട്ടുന്നത്, ഇതറിയാൻ വേണ്ടിയാണ് പാടുന്നത്. കോമ്പറ്റീഷൻ ഈസ് ദെയർ എവ്രിവെയർ, ബട്ട് നൗ വി ഹാവ് കം ടു ജസ്റ്റിഫൈ ദാറ്റ് കോമ്പറ്റീഷൻ. ഇത് നമ്മൾ ടാലന്റ് സെർച്ച് എന്നാ പറയുന്നത്. ഓക്കെ, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പാട്ട് പാടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ മത്സരമാകുമ്പോൾ, പ്രസംഗ മത്സരം വരെ ഉണ്ട് സഹോദരങ്ങളെ ഇതിനകത്ത്. ദൈവത്തിന്റെ വചനം മത്സരിച്ച് പ്രസംഗിക്കാമെന്ന് നേരെ നമ്മൾ പിള്ളേരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ വലുതാകുമ്പോൾ മത്സരിക്കൂലേ? അവരെ മത്സരികളാകാൻ നമ്മൾ ട്രെയിൻ ചെയ്യുകയല്ലേ ചെയ്യുന്നത്? ഞാൻ പ്രസംഗിച്ചതാണോ അവൻ പ്രസംഗിച്ചാണോ നല്ലത്, എന്നിട്ട് മാർക്ക് ഒരാൾക്ക് കൂടിപ്പോയാൽ ഞാൻ പ്രസംഗിച്ചല്ലായിരുന്നു നല്ലതെന്ന് ചോദിക്കുന്നവൻ ദൈവദാസനാവോ എന്നെങ്കിലും ജീവിതത്തിൽ? വി ആർ ട്രെയിനിങ് അവർ ചിൽഡ്രൻ ടു ബി മത്സരികൾ. They fight one another. They strive. They engage in strife. അത് എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ജഡത്തിന്റെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന സർവൈവൽ ഇൻസ്റ്റിങ്. സഹോദരനെ അടിച്ച് താഴെയിട്ടായാലും സർവൈവ് ചെയ്യണം എന്നുള്ള ഇൻസ്റ്റിങ് നമുക്കുണ്ട്. ആ ഇൻസ്റ്റിങ്ങിനെ പരിപാലിക്കരുത്, അത് അപകടകരമാണ്. നിങ്ങൾ കേട്ടിട്ടുള്ള, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കും, ചിമ്പാൻസിനെ അവന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം പരിശോധിക്കാൻ വേണ്ടി വെള്ളത്തിനകത്തിട്ട കഥ അറിയാമോ? വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുമ്പോൾ ചിമ്പാൻസി ഭയങ്കര സ്നേഹം കൊച്ചിനോട്, അതിനെ എടുത്ത് പൊക്കി 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 പിടിച്ചോണ്ടിരുന്നു. അവസാനം ചിമ്പാൻസിയുടെ മൂക്കിന്റെ അവിടെ എത്താറായപ്പോഴേക്കും ഈ കൊച്ചിനെ നിലത്തിട്ട് ചിമ്പാൻസി അതിന്റെ മുകളിൽ കയറി. There is a limit to competition. No, our life is important. We keep struggling for our life. അത് വേറൊരാളെ തകർത്തിട്ടായാലും തോൽപ്പിച്ചിട്ടായാലും. എന്റെ അപ്പൻ എന്നോട് ചെറുപ്പത്തിലെ പറയായിരുന്നു, എടാ ഫസ്റ്റ് വാങ്ങിച്ചോണ്ട് വരണം, ഏത് ക്ലാസ്സിൽ നീ ഫസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഫസ്റ്റ് തന്നെ ആയിരുന്നു. എന്നാൽ ഞാൻ അപ്പനോട് ചോദിച്ചു, ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചാൽ ഇപ്പൊ ഫസ്റ്റ് കിട്ടുന്ന ആൾ സെക്കൻഡ് ആയി പോവില്ലേ? അപ്പൊ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോ അവൻ വഴക്ക് കേൾക്കേണ്ടി വരും, ശരിയല്ലേ? അപ്പൊ അവനും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കില്ലേ ദൈവത്തോട്, കർത്താവേ എന്നെ ഫസ്റ്റ് ആക്കണേ, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കർത്താവേ എന്നെ ഫസ്റ്റ് ആക്കണേ. ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കും? ഒരാൾ തള്ളിക്കളയാതെ വേറൊരാളെ ഫസ്റ്റ് ആക്കാൻ പറ്റുമോ? പാട്ട് പാടുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ഒരാളെ ഫസ്റ്റ് ആക്കണമെങ്കിൽ പ്രാർത്ഥിച്ചു, ബ്രദറെ ദൈവം ഞങ്ങളുടെ ടീമിനെ ജയിപ്പിച്ചു, ഞങ്ങളുടെ ടീം ജയിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ വേറൊരാൾ തോക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അതിനർത്ഥം. പാസ്റ്റർമാർ പ്രാർത്ഥിച്ച എവിടുന്ന കോമ്പറ്റീഷൻ? നിങ്ങൾ പോയി കിരീടവുമായി വരാൻ, ബാക്കിയുള്ളവൻ തോറ്റോടട്ടെ എന്ന്. ഹൗ സാഡ്, ഹൗ പതറ്റിക്, ഹൗ പതറ്റിക്. എന്നിട്ട് ഇതിപ്പോ എല്ലായിടത്തും മത്സരങ്ങൾ വ്യാപരിച്ചു. സ്ട്രൈഫ് എന്ന് ഇവിടെ പറയുന്നത്, അത് അവയവങ്ങളിൽ വ്യാപരിക്കുന്ന സ്ട്രൈഫ്. ഒരു മ്യൂസിക് ടീം ഉണ്ടാക്കിയാൽ ഏറ്റവും നല്ല ഇൻസ്ട്രുമെന്റ്സ് വേണം. എന്താണെന്നറിയോ? ഇൻസ്ട്രുമെന്റ് പാളിപ്പോയാൽ ആൾക്കാർ പറയാം അവരുടെ കീബോർഡ് അത്ര അഡ്വാൻസ്ഡ് അല്ല, നമുക്ക് മറ്റവന്മാരെ വിളിച്ചാൽ മതി എന്ന് അവര് പറയും. അപ്പൊ അതുകൊണ്ട് കോമ്പറ്റീഷൻ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണം, അല്ലേ സഹോദരങ്ങളെ? അതുപോലെ നമ്മുടെ ചർച്ചിലെ യൗവനക്കാർ വരണമെങ്കിൽ വർഷിപ്പ് ഒന്നുകൂടെ സ്ട്രോങ് ആക്കണം, പാട്ടൊക്കെ പാടി തകർക്കണം. പിള്ളേർക്ക് പാടാൻ മാത്രമേ അറിയത്തുള്ളൂ, അതിന്റെ അർത്ഥം എന്താണെന്ന് ദൈവം സഹായിച്ച് ആർക്കും അറിയാൻ മേല. അറിയാൻ മേല എന്നുള്ളത് ദൈവത്തിന്റെ ഒരു സഹായം. അറിഞ്ഞിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണല്ലോ അറിയാൻ വയ്യാതെ ഇരിക്കും. സോ ദിസ് കോമ്പറ്റീഷൻ ഈസ് ദെയർ ഇൻ അവർ ഓർഗൻസ്. ഇപ്പൊ വിശ്വാസത്തിന്റെ സ്ഥിരത എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും നമ്മൾ ഈ കോമ്പറ്റീഷനെ തള്ളി പുറത്താക്കുക തന്നെ വേണം. വി കനോട്ട് എൻഗേജ് ഇൻ സ്ട്രൈഫ് വിത്ത് അവർ ബ്രദറൻ. വി കനോട്ട് ലേൺ ദാറ്റ് ബിഹേവിയർ. നമ്മൾ ആ ബിഹേവിയർ പഠിക്കരുത്. കേൾപ്പാൻ ചെവിയുള്ളവൻ.
നമ്മൾ നല്ല മാർക്ക് വാങ്ങിക്കണം, പക്ഷെ വേറൊരുത്തിനെ തോപ്പിക്കണമെന്ന് തോന്നരുത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ സമയത്തും നമ്മൾ അധ്വാനിക്കുക തന്നെ വേണം. പെർഫെക്ഷനും എക്സലൻസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണം, ബട്ട് നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് അനദർ പേഴ്സൺസ് ഡിഫീറ്റ്. അതും നമ്മൾ ആഗ്രഹിക്കരുത്. ചിലപ്പോൾ സംഭവിക്കുമായിരിക്കാം, ബട്ട് ദാറ്റ് ഷുഡ് നോട്ട് കം ആസ് എ പ്രിൻസിപ്പിൾ ദാറ്റ് ഗവേൺസ് മൈ ആക്ഷൻസ്. കാരണം എന്റെ സഹോദരൻ എന്നേക്കാൾ വിലയേറിയവനും പ്രശസ്തമായിട്ട് എന്റെ ഹൃദയത്തിൽ തോന്നി. പാടായിരിക്കും, പക്ഷെ ദാറ്റ്സ് വാട്ട് ദ ലോർഡ് ആസ്ക്സ് us to do. ഓക്കെ, അപ്പൊ നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന ശക്തി ഭോഗയിച്ഛകൾ. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശങ്കരുകയും ചെയ്തിട്ടും യാചിക്കായകൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ഞാൻ പലപ്പോഴും ആൾക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല കിട്ടുന്നുണ്ടോ? എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഡു യു ഗെറ്റ് എവറിത്തിങ് ദാറ്റ് യു പ്രേ ഫോർ? 50%. ഞാനൊരു രഹസ്യം പറയാം നിങ്ങളോട്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ട്. അവർ പ്രാർത്ഥിക്കുന്നതിന്റെ 90% മുകളിൽ കിട്ടുന്നുണ്ട്. അതായത് പോസിറ്റിവിറ്റി റേറ്റ് വളരെ ഹൈ ആണ്. അതെങ്ങനെ സാധിച്ചെന്നറിയാം? ഞങ്ങളുടെ സഭയുടെ പ്രാർത്ഥനാ ടീം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു അങ്കിളാണ് ഈ പ്രാർത്ഥന ടീം നയിക്കുന്നത്. അതാരും നിയമിച്ചതല്ല, കർത്താവ് അദ്ദേഹത്തെ അതിന് തിരഞ്ഞെടുത്തതാ. ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് ചേരുന്നവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് നിർബന്ധമില്ല, ആര് വരണമെന്നൊന്നും നിർബന്ധിക്കുന്നില്ല. അത് ഇൻസ്പിറേഷൻ ഉള്ളവർ മാത്രമേ ചെല്ലുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വരണം കേട്ടോ എന്നൊരു വാക്ക് സഭയിൽ നോ വേ. പ്രാർത്ഥിക്കാൻ തിടുക്കം തോന്നുന്നവർ മാത്രം. എനിക്ക് തോന്നുന്നു 8-9 പേരാണ് അതിൽ. ഈ വരുന്നവർക്കെല്ലാം ഈ അങ്കിള് രാത്രി മുഴുവൻ ഇരുന്ന് ടൈപ്പ് ചെയ്ത് ഒരു ഷീറ്റ് ഓഫ് പേപ്പർ പ്രിന്റ് ചെയ്ത് കൊടുക്കും, അയച്ചു കൊടുക്കും വാട്സാപ്പിൽ. ഒരു A4 പേപ്പറിനകത്ത് മുഴുവൻ പ്രാർത്ഥന ലിസ്റ്റുകളാണ്. മുഴുവൻ ദൈവവചനം, അതായത് ദൈവരാജ്യത്തിന്റെ അവകാശങ്ങൾ. തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകാൻ വേണ്ടി, വിശുദ്ധിയിൽ ഓടാൻ വേണ്ടി, മറ്റുള്ളവരെ ശ്രേഷ്ഠരെ പോലെ കരുതാൻ വേണ്ടി, ലോകത്തോടുള്ള ആസക്തി ഇല്ലാതാക്കാൻ വേണ്ടി, വാക്കുകൾ നിയന്ത്രിക്കപ്പെടാൻ വേണ്ടി. അതിനൊരു ഓരോന്നിനും ഒരു 5-6 വാക്യങ്ങൾ അത് മെഡിറ്റേറ്റ് ചെയ്യാനാണ് ഈ 24 hours കൊടുത്തേക്കുന്നത്. അത് ധ്യാനിച്ച് അവസാനം ഒരു ലൈനിലായിരിക്കും ഏതെങ്കിലും 1-2 എമർജൻസി വിഷയങ്ങൾ അതിനകത്ത് കോട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു പേജില് ഒരു 90% കാര്യവും ആത്മീയ കാര്യങ്ങളാണ്. അതെല്ലാവർക്കും ഓരോ ദിവസവും ഇദ്ദേഹം ഇരുന്ന് ഫുൾ ടൈപ്പ് ചെയ്ത് അയക്കും. വിഷയങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ വചനം സഭയിൽ പ്രസംഗിക്കുന്നതനുസരിച്ച് അവർക്ക് കിട്ടുന്ന ഇൻസൈറ്റ് അനുസരിച്ച് ഓരോ പ്രാവശ്യം ആത്മീക വിഷയങ്ങൾ ഇതിനകത്തോട് ആഡായിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫിന് കിട്ടിയത് ദൈവത്തെ ഭയപ്പെടേണ്ടതിന്റെ ആവശ്യം, ഒരു യഥാർത്ഥ ദൈവഭയം ഉണ്ടാകാൻ വേണ്ടി, അതിനുള്ള വാക്യങ്ങൾ. അപ്പോൾ ഒരു 90% മേളിൽ ദൈവം തരുന്നുണ്ട്. കാരണം നമ്മൾ വല്ലാതെ യാചിക്കുന്നതും, അവിടെ പറഞ്ഞിരിക്കുന്ന വല്ലാതെ യാചിക്കുന്നതുകൊണ്ടൊന്നും കിട്ടുന്നില്ല എന്ന്. സോ വി നീഡ് ടു ഹാവ് എ സ്ട്രോങ് പ്രെയർ, കണ്ടിന്യൂയിങ് പ്രെയർ ഫോർ അവർ സാങ്ക്ടിഫിക്കേഷൻ. ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വരുന്ന വരെ, അത് നമ്മൾ അനുഭവിക്കുന്ന വരെ, ഈ കൃപയുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വരെ നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടുക തന്നെ വേണം. വി നീഡ് ടു പ്രേ കണ്ടിന്യൂസ്ലി, ഇൻസെസന്റ്ലി, ഓക്കെ, until we are full of this divine grace. അവന്റെ കൃപയാൽ നമ്മൾ നിറയുന്നവരെ. ഓക്കെ, അപ്പോൾ നമ്മൾ വല്ലാതെ യാചിക്കുക എന്ന് പറഞ്ഞാൽ, ഈ വല്ലാതെ യാചനയുടെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. വല്ലാതെ യാചന എങ്ങനെ അറിയാം? ഒരു പപ്പ എനിക്ക് നാളെ സ്കൂളിൽ പോകാൻ നേരത്ത് ഒരു 50 രൂപ ഫീസ് അടയ്ക്കാൻ തരാം. 10 മിനിറ്റ് കഴിഞ്ഞ്, പപ്പ നാളെ ഫീസ് അടയ്ക്കാൻ 50 രൂപ തരാം. അരമണിക്കൂർ കഴിഞ്ഞ്, പപ്പ എന്നാടാ നാളെ ഫീസ് അടയ്ക്കാൻ 50 രൂപ തരാം. ഒരു 20 പ്രാവശ്യം 30 പ്രാവശ്യം ഇവൻ എന്നോട് പറയും. അല്ലെങ്കിൽ പപ്പ നാളെ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരണം കേട്ടോ. തരാം. 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ, പപ്പ എന്നടാ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് മറക്കല്ലേ, നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരാം അവിടെ.
അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ വന്നു, പപ്പ എന്നാടാ നാളെ ബ്രേക്ക്ഫാസ്റ്റ് തരുമോ? തരാം. ഇത്രയും പ്രാവശ്യം ഇവൻ എന്നോട് ചോദിക്കുന്നതിനാ? വിശ്വാസം ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ? ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ ഇത്രയും ചോദിക്കുന്നത്? പിന്നെയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് തരുമോ? തരണേ തരണേ തരണേ, തരാതെ ഞാൻ വിടുകയില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ? തരാതെ പോകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടല്ലോ. ആണോ? ഏ സഹോദരങ്ങളെ, നിങ്ങൾ ചോദിക്കാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞൊരു ദൈവത്തോട് ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടണോ? ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ 100,000 ചോദ്യം വന്നതിൽ ഒരു ചോദ്യം ഞാൻ പറയാം. തിരിച്ചു വെച്ച് പ്രാർത്ഥിക്കണമെന്ന് ബൈബിളിൽ ഉണ്ടല്ലോ, അല്ല അല്ലേ? നിങ്ങൾ ഇടവിടാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നും അന്വേഷിച്ച് വീണ്ടും 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 മുട്ടിക്കൊണ്ടിരിക്കണം എന്നൊക്കെ ബൈബിളിലുണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് വല്ലാതെ യാചിക്കുന്ന കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. എന്താ യാചിക്കുന്നവരോ? പരിശുദ്ധാത്മാവിനെ ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ വഴിയെ പോകുന്നവന് വിളിച്ച് നമുക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാം, അതിനവൻ നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ? പക്ഷെ വഴിയെ പോകുന്ന ഒരുത്തിനെ വിളിച്ചിട്ട് പരിശുദ്ധാത്മാവ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ദാഹിക്കുന്നവന് മാത്രമേ ആത്മാവിനെ കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മളോട് നിലവിളിക്കാൻ പറഞ്ഞേക്കുന്നത് ആത്മാവിനെ. ദാഹം വർദ്ധിക്കുന്ന അനുസരിച്ച് നമ്മളിൽ അത് നിറയുള്ളൂ. അല്ലാതെ ഇതിനെ നിറയ്ക്കാൻ പറ്റുകയില്ല. ഭോഗ ഇച്ഛകളാൽ നിറഞ്ഞിരിക്കുന്ന ഒരാളിൽ ആത്മാവിനെ നിറയ്ക്കാൻ പറ്റില്ല. നമ്മൾ അതുകൊണ്ട് പ്രാർത്ഥിച്ച് ചോദിക്കാൻ, മേടിക്കാൻ, വിശ്വസിച്ച് ആത്മാവിനെ പ്രാപിക്കാനാണ് പറയുന്നത്, അല്ലെ? ആത്മാവിനെ പ്രാപിക്കാൻ ദീർഘനേരം നിങ്ങൾ കാത്തിരിക്കുകയൊന്നും വേണ്ട. വിശ്വസിച്ചാണ് ആത്മാവിനെ പ്രാപിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചിട്ട് ആത്മാവിനെ പ്രാപിച്ചു. ആദ്യം ഒത്തിരി കാത്തിരുന്നു, പക്ഷെ പിന്നെ വിശ്വസിച്ച് അങ്ങ് പ്രാപിക്കുമായിരുന്നു. വിശ്വസിച്ച് ആത്മാവിനെ പ്രാപിച്ചു. ഓക്കെ, അപ്പോൾ ആത്മാവിനെ ചോദിച്ച ദൈവം എത്ര വേണമെങ്കിലും തരും, എത്ര വേണേലും തരും. ആർ യു ഷുവർ അബൌട്ട് ദാറ്റ്? അത് നമ്മൾ പിന്നെയും പിന്നെ ചോദിക്കും, ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് ആത്മാവിനെ ചോദിക്കുന്നത് ശുശ്രൂഷകൾക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ ഇടയിൽ നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ ഞങ്ങളുടെ ശുശ്രൂഷകർക്ക് നൽകണമെന്ന് പറയുമ്പോൾ ശുശ്രൂഷകർ എഴുന്നേറ്റുന്ന നാളെ തെറിച്ചു വീഴാനും, അല്ലെങ്കിൽ രോഗികൾ സൗഖ്യമാകുവാനും, ഭൂതങ്ങൾ ഓടാനും, ഇതിനുള്ള ആത്മാവിനെ നമ്മൾ ചോദിക്കുന്നു. തിരിച്ചൊന്ന് ചോദിച്ചു നോക്കി, ഇനിമേലില് കർത്താവെ നിന്നെ പോലെ ജീവിക്കാൻ നിന്റെ ജീവനെ എനിക്ക് തരുന്നു, നിന്നെ 3.5 വർഷക്കാലം ജയാളിയായി ഈ ലോകത്ത് നടത്തിയ, നിന്നെ തേജസ്സിൽ എത്തിച്ച ആ തേജസ്സിന്റെ ആത്മാവിനെ എനിക്കും നീ തരണമേ. അത് ആ ആത്മാവിനാൽ എന്നെ നീ നിറയ്ക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് തരാതിരിക്കുമോ കർത്താവ്? ഇപ്പൊ തന്നെ ചോദിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വരുന്ന പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. അങ്ങനെ അനുഭവപ്പെടുന്നില്ല? ചോദിച്ചു നോക്കിയോ കർത്താവിന്റെ, അപ്പൊ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ നിറവ് അനുഭവപ്പെടും. ബിക്കോസ് ദ ലോർഡ് നെവർ ഹോൾസ് ഹിസ് സ്പിരിറ്റ്. ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും അവൻ തടഞ്ഞു നിർത്തുന്നില്ല. ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച് ആത്മാവിന്റെ പങ്ക് അവന് കിട്ടാതെ പോവുകയില്ല. ഇഫ് യു പ്രേ വിത്ത് ഫെയ്ത്ത് യു ഷാൽ ഡെഫിനറ്റ്ലി ബി ഗിവൺ ദ ഹോളി സ്പിരിറ്റ്. അത് എത്രമാത്രം കരയുന്നോ അത്രമാത്രമേ നിറയുള്ളൂ. ബിക്കോസ് ജഡത്തിൽ നിറഞ്ഞിരിക്കുന്ന, കരച്ചിൽ വരാത്ത, നീടില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ആത്മാവിനെ ചുമ്മാ വഴിയിൽ നിന്ന് വിതരണം ചെയ്യാൻ പറ്റില്ല. കൃപകളുടെ ദാനം റോഡിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല. അത് നിലവിളിയിലൂടെയാണ്. നിലവിളി, നീടാണ്, ദാഹമാണ്. നമ്മൾ ഇന്നെന്താ ചെയ്യുന്നറിയോ? ഒന്ന് ദാഹിക്കുന്നേ, പ്ലീസ് ഒന്ന് ദാഹിക്കേ, ഒന്ന് ദാഹിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ആളുകളുടെ പുറകെ നടക്കാം. എങ്ങനെ ദാഹിക്കാനാ? ദാഹമുള്ളവർ കർത്താവിനോട് നിലവിളിച്ചാൽ ആത്മാവിനെ അപ്പം തന്നെ ലഭിക്കും. ദാഹം ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പം നിങ്ങൾക്ക് ആത്മാവിനെ ആ അർത്ഥത്തിൽ പ്രാപിക്കാൻ ദാഹം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് വലിയ മാറ്റമായിരിക്കും. നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന ശക്തിയെ ജയിക്കാൻ ഈ ആത്മാവിനാൽ നമുക്ക് കഴിയും. ആത്മാവിന്റെ ഉറപ്പിനാൽ, ധൈര്യത്താൽ, ആത്മാവിന്റെ ആ നിറവിനാൽ നമുക്ക് ലോകത്തിന്റെ മോഹങ്ങളെ വിട്ട് ഓടുവാൻ കഴിയും. അതുകൊണ്ട് വല്ലാതെ യാചിച്ചാൽ ഒന്നും ലഭിക്കില്ല. ഒരു വിഷയം തന്നെ, അതൊരു ലൗകികമായ വിഷയം, പിന്നെയും 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 മിസ്റ്റർ എ പ്രാർത്ഥിച്ചു, ഇനി മിസ്റ്റർ ബി അത് തന്നെ പ്രാർത്ഥിച്ചു, മിസ്റ്റർ സി അത് തന്നെ പ്രാർത്ഥിച്ചു. എന്റെ ദൈവമേ, എന്തൊരു പിടിച്ചുവെക്കലും ബഹളവും എപ്രാളമാണ്. ഈ സമയത്ത് ആത്മാവിന് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടിയും, ജീവിക്കാൻ വേണ്ടിയും, ക്ഷമിക്കാനുള്ള കഴിവിന് വേണ്ടിയും, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ കർത്താവ് ആ പ്രാർത്ഥനയിലൂടെ മഹത്വപ്പെട്ടേനെ. പുത്രൻ പിതാവിനോട് പറഞ്ഞേനെ, എന്റെ മക്കൾ പ്രാർത്ഥിക്കുന്ന പിതാവ് എത്ര സന്തോഷം, അവരെല്ലാം നമ്മളെ നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്, എന്നെ പോലെ ആകാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ദ ലോർഡ് ഈസ് ഗ്ലോറിഫൈഡ്. ഞാൻ പറയാണ്, എനിക്ക് കർത്താവ് മാത്രം മതിയെന്ന്. ഇപ്പം ഭർത്താവ് ഭാര്യയോട് പറയാ, എനിക്ക് നീ മാത്രം മതി, എനിക്ക് നീയാണ് ഏറ്റവും വലുതെന്ന് പറയുമ്പം ഭർത്താവ് ഭാര്യയോട് പറയും, ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമല്ലേ? അങ്ങനെ വേണ്ട കേട്ടോ. നിങ്ങൾക്ക് 2-3 പേരും കൂടെ ഉള്ളത് എനിക്ക് ഇഷ്ടം. ഏതെങ്കിലും ഭാര്യ പറയോ? അമ്മായിയമ്മയും അമ്മായിപ്പനും എല്ലാവരും, അതിന്റെ കൂടെ ഒരാളായിട്ട് ഞാൻ മതിയെന്ന് ഏതെങ്കിലും ഭാര്യ പറയോ? ഇല്ല. എ വൈഫ് വിൽ ക്ലെയിം
the whole love of her husband. അല്ലെ? അതുപോലെ ദൈവത്തോട് നമ്മൾ പറയും എനിക്ക് കർത്താവേ നീ മാത്രം മതി എന്ന് പറയുമ്പോൾ അതാ ശരിക്കുമുള്ള ദൈവത്തിന് മഹത്വപ്പെടുക. അപ്പൊ ദൈവമാണ് ഏറ്റവും പ്രഷ്യസ് എന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പറയുകയാണ്. ദൈവമാണ് എനിക്ക് ഏറ്റവും വിലയേറിയതെന്ന് ഞാൻ എൻ്റെ വായ കൊണ്ട് പ്രസ്താവിക്കുക ചെയ്യുന്നത്. സോ ദാറ്റ് ബിക്കംസ് വെരി പ്രഷ്യസ്. ഓക്കെ, അപ്പൊ 4-ാം അധ്യായം നമുക്ക് വളരെ ഗഹനമായ കാര്യങ്ങളാണ്. നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന ശക്തി, പ്രാർത്ഥനയുടെ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഹോദരങ്ങളോടുള്ള മനോഭാവം, ലോകത്തോടുള്ള മനോഭാവത്തിലേക്കാണ് നമ്മളെ എത്തിക്കുന്ന 2 കാര്യങ്ങളിലെ വിക്ടറിയെ കുറിച്ചാണ് ശരിക്കും യാക്കോബ് നമ്മോട് സംസാരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇവിടെ കുറെ വാക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. അസൂയ, അതായത് അതൊന്നും നമ്മൾ അധികം പരാമർശിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് അങ്ങനെ അസൂയ ഒന്നും ഇപ്പൊ ഇല്ലല്ലോ, അല്ലെ? ഉണ്ടോ? ഓക്കെ, 3-ാം വാക്യം, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നുണ്ട്, ഒന്നും ലഭിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് എല്ലാം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിന്റെ ഒരു പ്രഭുവായി മാറിയേനെ. നിങ്ങളുടെ ഇത് പ്രാർത്ഥിക്കുക, ഞങ്ങളെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാക്കി മാറ്റണമെങ്കിൽ, എന്നെ ഞങ്ങളെന്ന് പറയാൻ പറ്റില്ലോ, എന്നെ കർത്താവ് അപ്പൊ തന്നെ അങ്ങനെ ആക്കുവാണെങ്കിലോ? ഓ, എന്ത് പവറാ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നില്ല. അവസാനം നമ്മൾ ആരായനെ? ഈ ലോകത്തിന്റെ തന്നെ പ്രഭുവായി മാറിയേനെ. എന്ത് ചോദിച്ചാലും ദൈവം തരുവാണല്ലോ. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ അവൻ ചോദിക്കുന്നില്ല, തരുന്നില്ല. ചോദിക്കുന്നില്ല, തന്നിരുന്നെങ്കിൽ നമ്മൾ എതിർ ക്രിസ്തുവിനെ പോലെ ആകുമായിരുന്നു. പക്ഷെ ദൈവം ക്രിസ്തുവിനെ പോലെ ആകാനുള്ളത് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. അതുകൊണ്ടാണ് എങ്ങനെ പ്രാർത്ഥിക്കണം നമ്മൾ അറിയുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ബലഹീനതകളിൽ തുറന്നു നിൽക്കുന്നു. വീണ്ടും വിധം പ്രാർത്ഥിക്കണമെന്ന് എങ്ങനെയെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. റോമാലേഖനം 8:26-27. അതുകൊണ്ട് ആത്മാവ് ഞരക്കത്തോടുകൂടി ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുറന്നു നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് താനും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇപ്പൊ 2 സെറ്റ് ഓഫ് പ്രാർത്ഥനകളാണ് ദൈവത്തിന് എടുത്തത്. ഒന്ന്, ഞാൻ എൻ്റെ ഭോഗങ്ങളിൽ ചെലവിടാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ജഡസംബന്ധമായ പ്രാർത്ഥനകൾ. മറ്റൊന്ന്, ദൈവത്തിന്റെ ആത്മാവ് എന്നെ യേശുക്രിസ്തുവിനെ പോലെ ആക്കാൻ വേണ്ടി എൻ്റെ ഉള്ളിൽ കിടന്ന് ഞെരങ്ങി, കർത്താവെ ഇവന്റെ ജീവിതത്തിൽ നീ ഇന്നതൊക്കെ എടുത്തു കള, ഇന്നതൊക്കെ കൊടുക്ക്, അവന് ക്രിസ്തുവിനെ പോലെ ആകാൻ ഇങ്ങനെ പോയാലേ പറ്റുള്ളൂ എന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ അനാലിസിസ് അനുസരിച്ച് ആത്മാവ് ദൈവത്തോട് പറയുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ. മറ്റൊന്ന്, ഈ ലോകത്തിന്റെ പ്രഭുവിനെ പോലെ ആകാൻ വേണ്ടി, ജയിക്കാൻ വേണ്ടി, സഹോദരന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി, എനിക്ക് സുഖലോലുപതയിൽ ജീവിക്കാനും എനിക്ക് ഈ ലോകത്ത് സമ്പത്തുണ്ടാകാനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ. അതിലെന്നെ സഹായിക്കാൻ ഒത്തിരി പ്രാർത്ഥനാ വീരന്മാരുണ്ട്, ഒത്തിരി പ്രവാചകന്മാരുണ്ട്. വാഗ്ദത്തമാണ് ബ്രദറെ ഏറ്റെടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് കൂട്ടുണ്ട്. നമ്മൾ അങ്ങനെ ദൈവത്തിന്റെ അടുത്ത് ആഘോഷമായിട്ട് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞെരങ്ങിക്കൊണ്ട് വേറൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. കർത്താവെ അവനെ അംബാനിയെ പോലെ ആക്കാനല്ലല്ലോ, നിന്നെ പോലെ ആക്കാനല്ലേ നീ ക്രൂശിൽ മരിച്ചത്. അവനെ ഇത് കൊടുത്താൽ അവൻ അംബാനിയെ പോലെ ആയി പോകും. അങ്ങനെ ആക്കരുത്, ക്രിസ്തുവിനെ പോലെ ആക്കാൻ. അതാണ് ആത്മാവിന്റെ പ്രാർത്ഥന. അപ്പൊ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? ഈ ആത്മാവ് എന്ത് പ്രാർത്ഥിക്കുമോ നമുക്ക് വേണ്ടി അതാ പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ യേശുക്രിസ്തുവിനെ പോലെ ആകാൻ എന്താ വേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, ദൈവത്തിന്റെ ആത്മാവിന് അറിയാം. He has made what you call an analysis of my inner constitution. എന്നിട്ട് എനിക്ക് എന്തിന്റെ കുറവാണ്, എന്തിന്റെ കൂടുതലാണ്, ഇതെല്ലാം ആത്മാവ് ദൈവത്തിനടുത്തേക്ക് വെക്കുന്നത്. അപ്പൊ ആത്മാവ് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഓ, ചേസിന് ഇവൻ ഭയങ്കര പ്രസംഗം, സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ടിപ്പോ, അതുകൊണ്ട് അവന്റെ സ്നേഹം ഒറിജിനൽ അല്ലെന്ന് അവൻ അറിയത്തില്ല. അവന്റെ ജഡത്തിലുള്ള സ്നേഹം വെച്ചുകൊണ്ടാണ് ഈ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് അത് ഒറിജിനൽ അല്ലെന്നൊന്ന് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഇന്നലെ വരെ അവന്റെ കൂടെ കൈ തോളത്തിട്ട് നടന്നവൻ ഇന്ന് അവന്റെ ശത്രുവായിട്ട് മാറട്ടെ. അപ്പൊ അവന്റെ മനോഭാവം എന്താണെന്ന് നോക്കാം. അപ്പം ആത്മാവ് പറയാണ്, ഇവനൊരു ശത്രുവിനെ കൊടുക്കണേ. ദാ വരുന്നു, ഇന്നലെ വരെ എന്റെ കൂടെ നടന്നയാൾ എന്റെ ശത്രു, എനിക്കൊരു പിടി കിട്ടുന്നില്ല, ഇതെന്ത് പരിപാടിയാണ്? എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ എനിക്കൊരു ശത്രുവിനെ തരണേ, എനിക്കൊരു ശത്രുവിനെ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഉച്ചരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതൊക്കെ ആത്മാവ് പ്രാർത്ഥിച്ച് നമുക്ക് വാങ്ങിച്ചു തന്നോളൂ. എന്തിനു വേണ്ടിയാണെന്നറിയാം? കർത്താവിന്റെ കൽപ്പനയല്ലേ ശത്രുക്കളെ സ്നേഹിക്കണം. അങ്ങനെ കൽപ്പന തന്നാ പോരല്ലോ, ശത്രുവിനെ കൂടെ തരണ്ടേ, എന്നാലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ യേശുക്രിസ്തുവിനെ പോലെ ആണെങ്കിൽ ശത്രുക്കളെ സ്നേഹിക്കണം. നാട്ടുകാരിൽ നല്ലവനാകണമെങ്കിൽ ബന്ധുക്കളെ സ്നേഹിച്ചാണ്, സുഹൃത്തുക്കളെ സ്നേഹിച്ചാണ്. നമ്മളൊരു പുകഴ്ത്തലായിട്ട് ആൾക്കാരെ കുറിച്ചില്ല. അവൻ സ്നേഹിച്ചാൽ ചങ്ക് വരെ പറിച്ചു കൊടുക്കും, പക്ഷെ ഉപദ്രവിച്ചാൽ, ഇത് ലോകത്തിന്റെ വ്യവസ്ഥയത്. അവൻ ഭയങ്കര പുകഴ്ത്തി പറയുന്നത്, അവരെ പുകഴ്ത്തി പറയുന്ന. ഉപദ്രവിച്ചാൽ അവൻ നല്ല പണി തരും, പക്ഷെ സ്നേഹിച്ചാലുണ്ടല്ലോ, ഇത് ആരുടെ സ്നേഹം? ഇത് ലോകത്തിന്റെ സ്നേഹമാണ്, അല്ലേ? അപ്പൊ അങ്ങനെ സ്നേഹിക്കാനാണെങ്കിൽ നമുക്ക് ശത്രുക്കളെ വേണ്ട, അപകടമാണ് ശത്രുക്കൾ. ഓക്കെ, നമ്മൾ പാര പണിയുന്നവരായി മാറും.
പക്ഷെ ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ശത്രുക്കൾ ഇല്ലാതെ പറ്റിയത്. We need enemies so that we learn how to love enemies. അപ്പൊ യേശു ക്രിസ്തുവിനെ പോലെ ആകാൻ നമുക്ക് സാഹചര്യങ്ങൾ മാറണം, പ്രതിസന്ധികൾ ഉണ്ടാകണം. ആ ഇടുക്ക് വഴിയോടെ നമ്മൾ കയറണമെങ്കിൽ ശത്രുക്കൾ ഉണ്ടാകണം, നമ്മൾ നിന്ദിക്കുന്നവരുണ്ടാകണം. ആ നിന്ദിക്കുന്നവരുടെ നടുവിൽ എഴുന്നേറ്റ് ഞാൻ പറയണം, എനിക്ക് കർത്താവിന്റെ നിന്ന മതി. ഈ ലോകം എന്നെ നിന്ദിച്ചാലും ദോഷം പറഞ്ഞാലും കർത്താവേ നിന്റെ മുഖം മാത്രം എനിക്ക് മതി എന്ന് പറയാൻ പറ്റണമെങ്കിൽ ആ സാഹചര്യങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ നടത്തണം. അപ്പം ആത്മാവിലുള്ള പ്രാർത്ഥനകൾ നമുക്കെല്ലാം ഉച്ചരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിച്ച് ശത്രുവിനെ ചോദിക്കാനോ കഷ്ടത ചോദിക്കാനോ ഒന്നും പാടില്ല. ദൈവം തരുന്ന എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. പക്ഷെ നമുക്ക് എന്താ വേണ്ടതെന്ന് കൃത്യമായിട്ട് ദൈവത്തിന്റെ ആത്മാവിന് അറിയാം. നമ്മുടെ ഒരു തലമുടിനാര് നിലത്ത് വീണെങ്കിൽ ദൈവം അറിഞ്ഞിട്ടാ, ദൈവത്തിന്റെ കർത്തൃത്വത്തിന് കീഴില. അതെല്ലാം നമ്മളെ യേശു ക്രിസ്തുവിനെ പോലെ ആക്കാൻ വേണ്ടിയുമാണ്. ഓക്കെ, അപ്പോൾ വല്ലാതെ യാചിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ലഭിക്കുന്നില്ല. ഇനി 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ലോകത്തിന് വേണ്ടി നമ്മൾ ഇത്രയും പ്രാർത്ഥിക്കാൻ കാരണം എന്താ? വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. വാട്ട് ഡസ് ദാറ്റ് മീൻ? നമുക്ക് രണ്ടുപേരിൽ ഒരാളെ സ്നേഹിക്കാൻ കഴിയും, ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയില്ല. ഇത് വിശ്വാസത്തിന്റെ ഒരു ഫലമാണ്. ലോകത്തോടുള്ള നമ്മുടെ വി റിജക്ട് ദ വേൾഡ്. നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ച് സ്നേഹിക്കാൻ പറ്റും. ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കില്ല. ഒരുത്തൻ മാമോനെ സേവിക്കും, അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കും. രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് സേവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് വിചാരപ്പെടരുത്. കാരണം വിചാരപ്പെട്ടാൽ നിങ്ങൾ മാമോന്റെ പുറകെ പോകാനുള്ള സാധ്യതയുണ്ട്. വിചാരപ്പെടുന്നവരാണ് മാമോന്റെ പിന്നാലെ പോകുന്നത്. വിചാരപ്പെടരുത്, വ്യഭിചാരിണികളായി മാറരുത്. വിവാഹ നിശ്ചയം കർത്താവിനായി വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയായ സഭ മറ്റ് ലോകത്തിന്റെ പ്രഭുവിനോട് കൂടെ വ്യഭിചാരം ചെയ്യരുത്. അവനോട് ആസക്തി തോന്നരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ലോകത്തിന്റെ പ്രഭുവിനെ കാണിച്ചു തന്നിട്ട് മോഹിപ്പിക്കുന്ന ശുശ്രൂഷകന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ഭോഗ ഇച്ഛകളെ വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ മോഹങ്ങളെ വർദ്ധിപ്പിക്കുന്ന, നമ്മൾ ഈ ലോകത്തോട് ആസക്തി ഉണ്ടാക്കിപ്പിക്കുന്ന ഈ അന്ത്യകാലത്ത് ഇറങ്ങിയിരിക്കുന്ന ശുശ്രൂഷകർ, പ്രിയ സഹോദരങ്ങൾ, ഒന്നും രണ്ടും അല്ല. വൻ തോതിൽ ഒരു സിസ്റ്റമാണ് ദൈവത്തിനെതിരെ ഇന്ന് പ്രവർത്തിക്കുന്നത്, ലോകത്തെ മഹത്വം എന്ന് കാണിച്ചു തരുന്നത്. അതിന് മുഴുവൻ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. വ്യഭിചാരിണികളായുള്ളവരെ ലോക സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരുണ്ട്. എങ്ങനെയാണ് നമ്മൾ ലോകത്തിന്റെ സ്നേഹിതരാകുന്നത്? എങ്ങനെയാണ് ആകുന്നത്? നമുക്ക് ലോക സ്നേഹിതരുടെ ചില ക്വാളിറ്റീസ് ഉണ്ട്. അതെന്തൊക്കെയാണ്? ക്വാളിറ്റീസ് തന്നെ വിളിക്കാൻ പറ്റില്ല, ചില സ്വഭാവ വിശേഷങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, അവർ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കും. അവർക്ക് മനുഷ്യരുടെ പ്രസാദം വളരെ പ്രധാനമാണ്. മനുഷ്യരെന്ത് പറയുന്നു എന്നുള്ളതാണ് അവരുടെ ആധാരം. ശുശ്രൂഷയായാലും ശരി, ജീവിതമായാലും ശരി, ദേ ആർ വെരി ഡിപ്ലോമാറ്റിക് ആൻഡ് ദേ ലിവ് ഇൻ ദ ഐസ് ഓഫ് മെൻ, നോട്ട് അണ്ടർ ദ ഐസ് ഓഫ് ഗോഡ്. ഇതാണ് ലോകസ്നേഹികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം. ദേ ഓൾവേസ് ട്രൈ ടു പ്ലീസ് മെൻ. അവരൊരിക്കലും ദൈവത്തിന്റെ ആ നീതിക്ക് വേണ്ടിയല്ല, മനുഷ്യരുടെ പ്രസാദത്തിന് വേണ്ടിയാണ് ഉപദേശിക്കുന്നത്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ തുറന്നു പറഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെ അടുപ്പിക്കുമോ? എന്തിനാ അടുപ്പിക്കുന്നത്? എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, നിങ്ങളെ ഇപ്പോഴും ഈ സഭകളിലൊക്കെ വിളിക്കുന്ന ഒരു മഹാ അത്ഭുതമാണ്. ഞാൻ പറഞ്ഞാണ്, ആ മഹാ അത്ഭുതം സംഭവിച്ചില്ലല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല. Because as long as I am faithful, I am happy. You cannot be a man pleaser. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ, അവർക്ക് സന്തോഷം ഉണ്ട്, അവരുടെ ഭോഗ ഇച്ഛകളിൽ ആനന്ദിക്കുന്നവരോട് അത് തന്നെ പ്രോമിസ് ചെയ്യാൻ. ഓക്കെ, വ്യഭിചാരിണികളായുള്ളവരെ അപ്പം വേറൊരു ആളെ അന്വേഷിക്കുന്നു, വേറൊരു യജമാനെ അന്വേഷിക്കുന്നു. നമുക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ആ കർത്താവിനെ വിട്ട് വേറൊരു ആളെ അന്വേഷിക്കുന്നു. ഇത് വ്യഭിചാരമാണ്. ഈ ലോകത്തോടുള്ള സ്നേഹം വ്യഭിചാര ദോഷമാണ്.
അത്രയും പറഞ്ഞ് നമുക്ക് അത് അവിടെ നിർത്താം. ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകാൻ ഇച്ഛിക്കുന്നവനല്ല ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയക്കായി കാംക്ഷിക്കുന്നു. വാ, എന്താ ഇതിന്റെ അർത്ഥം? എനിക്ക് ഒരു വകയും മനസ്സിലാകുന്നില്ല ഇത് വായിച്ചിട്ട്. അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു തോന്നുന്നു, അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയക്കായി കാംക്ഷിക്കുന്നു. എന്താ ഇതിനർത്ഥം? ശരിക്കും ആ ട്രാൻസ്ലേഷൻ ശരിക്കും ശരിയല്ല. അത് ഇംഗ്ലീഷിൽ ആ ട്രാൻസ്ലേഷൻ വളരെ മനോഹരമായിരുന്നു. നമുക്ക് ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ വായിക്കാം. ഇങ്ങനെയാണ്: You adulterous people, do you not know that friendship with the world is enmity with God? Therefore, whoever wishes to be a friend of the world makes himself an enemy of God. For do you suppose it is to no purpose that the scripture says, He yearns jealously over the spirit that He has made to dwell in us? എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ്. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. 2019 എൻ്റെ വൈഫിന് ഒരു ചെറിയ സർജറി വേണ്ടി വന്നു. ഓവറിൽ നിന്നൊരു സിസ്റ്റം ആക്കാൻ. അപ്പൊ ഞാൻ ഈ മീറ്റിങ്ങിന്റെ തിരക്കിൽ പല സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കുക. അപ്പൊ എനിക്ക് അഡ്മിഷന്റെ സമയത്തോ സർജറിയുടെ സമയത്തോ ഹോസ്പിറ്റൽ ഉണ്ടാവാൻ പറ്റിയില്ല. ഞങ്ങളുടെ സഭയിലുള്ള ഒരു സഹോദരനാണ് ഹോസ്പിറ്റലിന്റെ വെളിയിൽ, ICUന്റെ വെളിയിൽ, സഭയിലുള്ള കൂട്ടായ്മ, ഒരു ദൂരെയുള്ള ആളാണ്. അപ്പോ ഞാൻ ഈ മീറ്റിങ്ങിനിടയിൽ ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ വിളിച്ചു ചോദിക്കും, എങ്ങനെയുണ്ട്. അപ്പം 2-3 പ്രാവശ്യം ഇങ്ങനെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പം ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടാ, എങ്ങനെ പുള്ളി വിളിക്കുന്നു, ചേട്ടനെ എന്തിനാണ് ദൈവം വിളിച്ചേക്കുന്നത്? ഞാൻ പറഞ്ഞു, സുവിശേഷ വേല ചെയ്യാൻ വേണ്ടി, കർത്താവിന്റെ വേല ചെയ്യാൻ വേണ്ടി. എന്നെ പുള്ളി എന്നോട് പറയാം, എന്നാ പിന്നെ ചേട്ടൻ ആ പണി ചെയ്യും. ഇപ്പൊ എന്നെ ദൈവം ഇവിടെ പിടിച്ചിരിക്കുകയാണ്, ഇവിടുത്തെ പണി ഞാൻ നോക്കിയോളാം. അതിനിടയിൽ എന്നെ ഇങ്ങനെ ഫോൺ ചെയ്ത് ശല്യപ്പെടും. ഞാൻ ഞെട്ടിപ്പോയി. വൈകിട്ട് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് രാത്രി 10 മണി 11 മണിയൊക്കെ ഹോസ്പിറ്റലിൽ ചെന്നു. എനിക്ക് പരിചയമുള്ള ഡോക്ടറെ, പരിചയമുള്ള ഹോസ്പിറ്റൽ, അതുകൊണ്ട് ഈസി ഫോർ മീ ടു ഗെറ്റ് ഇൻ. അവിടെ റൂം എടുത്തിട്ട് തന്നിട്ടുണ്ടാകും ഡോക്ടർ. അപ്പൊ ഞാനവിടെ ചെന്നപ്പോൾ ഈ മനുഷ്യൻ എന്നോട് ചോദിക്കാം, ചേട്ടാ, ഞാൻ അന്ന് രാവിലെ അങ്ങനെ പറഞ്ഞതിന് ചേട്ടന് വിഷമം ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അതെന്താണെന്നറിയോ? യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നില്ല, അവന്റെ അസൂയ, അവന്റെ ആത്മാവ് അസൂയക്കായി കാംക്ഷിക്കുന്നു. അതുകൊണ്ടാ ചേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു. എന്താണ്? പുള്ളി പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവല്ലേ ചേട്ടന്റെ ഉള്ളിലോട്ട്. ഞാൻ പറഞ്ഞത് അതേപോലെ ആത്മാവിനെയല്ലേ ചേച്ചിക്ക് കൊടുത്തേക്കുന്നത്. അപ്പൊ ദൈവം അവന്റെ ആത്മാവിനെ ഒരാളുടെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം സ്നേഹം ഉണ്ടായിട്ടായിരിക്കും സ്വന്തം ആത്മാവിനെ ഒരാൾക്ക് കൊടുത്തു. അപ്പൊ അത്രയും ആത്മാവിനെ കൊടുത്ത ആള് ഇങ്ങനെ കാത്തു സംരക്ഷിച്ച് അടുത്ത് നിൽക്കുമ്പോൾ വേറൊരാൾ വന്ന് എങ്ങനെയുണ്ടെന്ന് ആൻസിറ്റിയോട് ചോദിക്കുമ്പോൾ ദൈവം വിചാരിക്കുകയല്ലേ എന്നേക്കാൾ സ്നേഹം അവനാണ്, അസൂയോടെ വിചാരിക്കുകയല്ലേ. അപ്പൊ ദൈവം ശരിക്കും നോക്കൂല എന്നൊരു ചിന്ത, സംശയം വരുന്ന പോലെ അല്ലേ ചേട്ടാ തോന്നുന്നത്? ഇങ്ങനെയുണ്ട്. അതുകൊണ്ട് ദൈവം ഒരാൾക്ക് ആത്മാവിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനെ പൊന്നുപോലെ നോക്കാൻ ദൈവത്തിന് അത്രയും സ്നേഹമില്ലേ? അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ ഒരു അവിശ്വാസമായി പോയില്ലേ ചേട്ടാ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ അടുത്ത വാക്യം പുള്ളി ചോദിച്ചത്, അടുത്ത സൺഡേ ചർച്ച ക്ഷണിക്കാൻ പറ്റുമോ? ദാറ്റ് ഈസ് റെവലേഷൻ. അത് ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവം ആത്മാവിനെ തന്ന് ഭയങ്കര വില കൊടുത്തിട്ടാണ്, അവന്റെ ജീവൻ തന്നെ കൊടുത്തിട്ടാണ് ആത്മാവിനെ നമുക്ക് തന്നേക്കുന്നത്. എന്നിട്ട് കർത്താവ് പാവം തോന്നും, ചിലപ്പോൾ ദൈവത്തിന്റെ വിഷമം ഓർക്കും. പാവം തോന്നേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ ആ വേദന ഓർത്താൽ യു ഫീൽ ബ്രോക്കൺ. എന്നിട്ട് ഈ ആത്മാവിനെ നമുക്ക് തന്നിട്ട് നമ്മുടെ മേൽ ഇങ്ങനെ ഗാർഡ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കുക. ഇവൻ വേറെ എവിടെയെങ്കിലും നോക്കുവോ? ഈ ആത്മാവിനെ ഉള്ളിൽ വെച്ചോണ്ട് ഇവൻ ലോകത്തിന് പോയി സത്യം ഉണ്ടാക്കുവോ? ഇവൻ ലോകത്തിലുള്ള യജമാനെ അന്വേഷിക്കുവോ? ഈ ആത്മാവിനെ വെച്ചുകൊണ്ട് അവൻ വ്യഭിചാരത്തിന് പോവുമോ? ഇത് ദൈവം വളരെ അസൂയയോടെ ഒരു ഭർത്താവിന് ഭാര്യയോട് തോന്നുന്ന ആ സീലോടെ കൂടി കർത്താവ് നമ്മളെ ഗാർഡ് ചെയ്ത് ലോകത്തിന്റെ വഞ്ചനയിൽ നിന്ന് ഇങ്ങനെ അകറ്റി നിർത്തുകയാണ് എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ദാറ്റ് മീൻസ് ദ ലോർഡ് സ്പിരിറ്റ്, അവിടെ എഴുതിയിരിക്കുന്നത് ഹി ഏൺസ് ജലസ്ലി. ഏൺസ് എന്ന് പറഞ്ഞാൽ എന്താ?
അത്യഗാധമായ തീഷ്ണതയോടെ ആഗ്രഹിക്കാന്ന്. an intense longing എന്നല്ല. അപ്പൊ ദൈവത്തിന് നമ്മോടുള്ള ഒരു ഭയങ്കരമായ ആഗ്രഹമുണ്ട്. കാരണം അവന്റെ he yearns jealously over the spirit that he has made to dwell in us. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ട് ഈ ആത്മാവ് ഉള്ളിലുള്ള ആള് ഈ ആത്മാവിനെയും വെച്ചോണ്ട് ലോകത്തിലെ യജമാനനുമായി സഖ്യം ചെയ്ത് വ്യഭിചാരം ചെയ്യുമോ എന്ന് ദൈവം അസൂയയോടെയും വേദനയോടെയും നോക്കുന്നതാണ്. ശരിക്കും ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മളെ പേടിപ്പിച്ചുകൊണ്ടല്ല, അവന്റെ സ്നേഹത്തെ പൊളിച്ചു കാണിച്ചുകൊണ്ടാണ്. The Lord loves you so much, my brethren. Don't enter into a truck with the world. Don't fall into worldly temptations. ലോകത്തിന്റെ ശാരീരിക പ്രലോഭനങ്ങളിൽ വീഴാതിരിപ്പാൻ തക്കവണ്ണം, വ്യഭിചാരം ചെയ്യാതിരിക്കാൻ തക്കവണ്ണം, ലോകത്തോടുള്ള പ്രഭുത്വം, ലോകത്തോടുള്ള സഖ്യം, ലോകത്തിലെ കയ്യടി ആഗ്രഹിക്കുന്നത്, ലോകത്തിലെ മഹത്വം ആഗ്രഹിക്കുന്നത്, ലോകത്തിലെ സുഖങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം ദൈവത്തോടുള്ള ശത്രുത്വവും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവുള്ളവർ അതേ ആത്മാവിനെ, പ്രവാചകാത്മാവിനെ ലോകമോഹങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്ന ഇന്നത്തെ അവസ്ഥ ആലോചിച്ച് ലോകത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി, ലോകത്തിലെ മോഹങ്ങളാൽ നമ്മൾ പിടിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മളെ മോഹിപ്പിക്കുന്ന പ്രവാചകന്മാർ, വിശാലമായ വഴി കാണിച്ചു തരുന്നവർ. പ്രിയ സഹോദരങ്ങൾ, ഇവരെ വളരെ സൂക്ഷ്മതയോടെ അകറ്റി നിർത്തിക്കോ. കാരണം ഇവർ ദൈവത്തിന്റെ ആളുകളല്ല. Because they are forcing us or even tempting us away to sin with the world. Okay? അപ്പോൾ he yearns jealously over. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മൾ ലോകത്തോട് എന്ത് മനോഭാവം ഉള്ളവരായിരിക്കണം? ലോകത്തോട് ഒരു സന്ധിയില്ലാത്ത ശത്രുത്വം പ്രഖ്യാപിച്ചവർ. ബിക്കോസ് വി ഡോണ്ട് ബിലോങ് ടു ദ വേൾഡ് സിസ്റ്റംസ്. ലോകത്തിന്റെ വ്യവസ്ഥകൾ അനുസരിച്ചാണോ സുവിശേഷ യോഗങ്ങൾ നടക്കേണ്ടത്? അല്ല, നേരെ തിരിച്ച. ഇവിടെ കഴിവ് വെച്ചല്ല നമ്മൾ ശുശ്രൂഷിക്കുന്നത്. ലോകം അങ്ങനെ നോക്കുന്നു, കഴിവുള്ളവർ. എന്നാൽ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കൃപയുള്ളവരെ നോക്കിയായിരിക്കും. ദൈവം നടത്തുന്ന ശുശ്രൂഷകരാണ് നമുക്ക് വേണ്ടത്. കൃപയുള്ളവർ. ഓക്കെ, ഇന്ന് ഇപ്പൊ പല ചർച്ചകളിലും ഡിഗ്രി ഉള്ളവരെ മതി, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവരെ മതി പാസ്റ്ററായിട്ട് എന്നൊക്കെ പറയാറുണ്ട്. നമ്മളും കഴിവ്. ബാബിലോൺ, ഈ ബാബിലോൺ എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു വിഷയം പരാമർശിക്കുന്ന ഞാൻ പറഞ്ഞിരുന്നു. ബാബിലോൺ എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ മഹത്വങ്ങൾ ആസ്പദമാക്കി സൃഷ്ടിക്കപ്പെടുന്ന ഒരു പട്ടണമാണ്. അത് മഹാരാജാവിന്റെ സൗഹൃദം ആഗ്രഹിക്കുന്നു, ഭരണാധികാരികളുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു, ഉന്നതരായ മനുഷ്യരുടെ കൂടെയുള്ള സഹിത്വത്തിൽ പ്രശംസിക്കുന്നവർ. ഇതെല്ലാം ദൈവത്തോടുള്ള ശത്രുത്വമാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പം ദൈവത്തോടുള്ളൊരു ശത്രു രാജ്യമാണ് ബാബേൽ അല്ലെങ്കിൽ ബാബിലോൺ എന്ന് പറയുന്നത്. നമുക്കറിയാം ടവർ ഓഫ് ബാബേൽ, ബാബേൽ ഗോപുരം. ഇതിനെല്ലാം എടുത്തു കാണിക്കുന്ന ഒരു സാധനമാണ്, മനുഷ്യപ്രയത്നമാണ്. ദൈവത്തിന്റെ അടുത്തേക്ക് എത്താനുള്ള മനുഷ്യപ്രയത്നം. ടവർ ഓഫ് ബാബേൽ, ദൈവം അവരെ ചിതറിച്ച് കളയും. ഇപ്പം ചർച്ചുകൾ പോലും ടവർ ഓഫ് ബാബേൽ പോലെ ഉയരുന്നു. അപ്പൊ കുറെ നേരം കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയോ? ഈ മൂപ്പന്മാര് തമ്മിൽ ഭാഷ കലക്കിക്കളയും. ഒരു മൂപ്പൻ പറയുന്ന വേറെ ആൾക്ക് മനസ്സിലാവില്ല. എല്ലാം ഇംഗ്ലീഷ് ആയിരിക്കും പറയുന്നത്, അല്ലെ മലയാളമായിരിക്കും പറയുന്നത്. പക്ഷെ ഒരു മൂപ്പൻ പറയുന്ന വേറെ മൂപ്പന് മനസ്സിലാവില്ല അതിന്റെ. അപ്പൊ അവര് തെറ്റിദ്ധരിക്കാൻ തുടങ്ങുന്നു. 4-5 കഷ്ണം, വേറെ വഴിയില്ല ഈ ബാബേൽ ഗോപുരങ്ങൾ പൊളിക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ലോകത്ത് നമ്മൾ ഉയർത്തി വെക്കുന്ന ബാബേൽ ഗോപുരങ്ങൾ, ഈ ലോകത്ത് നമ്മൾ ഒരുക്കി വെക്കുന്ന ബാബേൽ ഗോപുരങ്ങൾ ദൈവത്തോടുള്ള ശത്രുത്വത്തെയാണ് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. അടുത്തത്, ഈ എന്തുകൊണ്ടാണ് നമ്മൾ ബാബേൽ ഉണ്ടാകുന്നത്? ബാബിലോൺ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? മനുഷ്യന്റെ പ്രൈഡിൽ നിന്നാണ്, അല്ലെങ്കിൽ അവന്റെ കപ്പാസിറ്റിയിലുള്ള അവന്റെ അമിത വിശ്വാസത്തിൽ നിന്നാണ് ബാബിലോൺ ഉണ്ടാകുന്നത്. മനുഷ്യ പ്രയത്നമാണ് ശരിക്കും ബാബിലോൺ എന്ന് പറയുന്നത്. മനുഷ്യ പ്രയത്നം. ഓക്കെ, മനുഷ്യൻ ദൈവത്തിന്റെ അടുത്തെത്താൻ പരിശ്രമിക്കുന്നതാണ് ശരിക്കുമുള്ള ബാബിലോൺ. ആ
രാജ്യം, അതിന്റെ മഹത്വം, അതിന്റെ ബിസിനസ്സുകള്, അതിന്റെ വ്യാപാരം, ഓക്കെ, ഇതെല്ലാം. ഓക്കെ, അപ്പോൾ മനുഷ്യന്റെ നിഗളമാണ് അതിന്റെ സെൻട്രൽ ഇരിക്കുന്നത്. നിഗളം, സ്പിരിച്വൽ പ്രൈഡ്. സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറഞ്ഞാൽ വേറൊരാളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. സ്പിരിച്വൽ പ്രൈഡ്, എനിക്കെല്ലാം. പാസ്റ്റർമാർക്ക് മാനസാന്തരപ്പെടാൻ ഭയങ്കര പാടാ, അറിയാവോ? വെരി ടഫ് ഫോർ എ പാസ്റ്റർ ടു റിപ്പന്റ്. കാരണം എങ്ങാനും മാനസാന്തരപ്പെട്ടെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു പോയാൽ തീർന്നു പുള്ളി. കാരണം സത്യം പറഞ്ഞ പാസ്റ്റർമാരോർത്ത് എനിക്ക് സിമ്പതി അതാ. നോർമൽ ആകാൻ പറ്റുന്നില്ലെന്ന് അവർക്ക്. എന്തുമാത്രം അഭിനയിച്ചാൽ ഒരു പാസ്റ്റർ ജീവിച്ചു പോകുന്ന അറിയോ? കാരണം അവർക്ക് ആത്മീയത എന്ന് പറഞ്ഞ ആത്മീയതയുടെ ഒരു വേഷം തന്നെ കാണിക്കേണ്ട ആവശ്യത്തിലേക്ക് വന്നു. അവർക്കൊരു തെറ്റ് പറ്റിക്കൂടെ, മനുഷ്യരല്ലേ. പക്ഷെ ആരോടും പറയാൻ പറ്റില്ല, പറഞ്ഞാൽ ഇടപാട് തീരും. സോ ദേ ആർ വെരി ലോൺലി അറ്റ് ദ ടോപ്പ്. ഓക്കെ, ദേ ആർ വെരി ലോൺലി അറ്റ് ദ ടോപ്പ്. കാരണം അവർക്ക് ആരും പങ്കുവെക്കാനില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും ശുശ്രൂഷയുടെ ഏത് ലെവലിൽ ചെന്നാലും നമ്മൾ എപ്പോഴും നമ്മുടെ മുകളിൽ ആളുകൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. കറക്റ്റേഴ്സ് അതുണ്ടായിരിക്കണം. ശുശ്രൂഷയുടെ ഏത് തലത്തിലും അങ്ങനെ നമ്മുടെ മുകളിൽ ആളുകൾ ഉണ്ടാകണം, നമ്മളെ കറക്റ്റ് ചെയ്യുന്നവരുണ്ടാകണം. അത് എത്ര ബ്രൂട്ടലായിട്ട് അവർ നമ്മളെ കറക്റ്റ് ചെയ്താലും അത് ഹമ്പിളായിട്ട് സ്വീകരിക്കും. ആ ഹമ്പിൾനെസ് ഉള്ളവരെ ദൈവം തീർച്ചയായിട്ടും ഉയർത്തും. കാരണം നമ്മൾ മുറുക്കപ്പെടുന്നവരും തകർക്കപ്പെടുന്നവരാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ ആന്ധ്രയിലായിരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച ഈ ഡിസിപ്ലിനിങ്, സഭ എന്നെ ഡിസിപ്ലിൻ ചെയ്ത കാര്യം ഞാൻ പറയാം. ഞങ്ങൾ തുടങ്ങിയ സഭ. ഓക്കെ, അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ദിവസം മുമ്പോട്ടൊക്കെ ഞങ്ങൾ 3-4 എൽഡർമാരാണ്, 4-5 പേരുണ്ട്. അപ്പോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഞാനും വേറെ എൽഡറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം. സ്ത്രീകളുടെ ശുശ്രൂഷകളെ സംബന്ധിച്ചായിരുന്നു അഭിപ്രായ വ്യത്യാസം. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചർ അല്ലെങ്കിൽ പാസ്റ്റർ എന്ന റോള് സഹോദരിമാർ കൊടുക്കാൻ പാടില്ല. ബാക്കി ഏത് ശുശ്രൂഷകൾ അവർക്ക് ചെയ്യാം, ബട്ട് they cannot teach and they cannot be a pastor. They cannot be pastors. അപ്പൊ ഒരു സഹോദരൻ അതിനെ ഒബ്ജക്ട് ചെയ്തു. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതൊക്കെ പഴയകാലത്ത് പൗലോസിന്റെ ചിന്തകളാണെന്ന് ഞങ്ങൾ തമ്മിൽ ചെയ്ത് തർക്കമായി. ഈ ആളുകൾ തമ്മിൽ തർക്കിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രസംഗം പറയുമ്പോൾ ആ തർക്കം പുൾപിറ്റിൽ കൂടെ വരും. എപ്പം ഞങ്ങൾ വചന പഠനത്തിന് കൂടിയാൽ ഈ വിഷയമുള്ളൂ. ആൾക്കാർ മടുത്തു. അയാൾക്ക് എന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അയാളെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര പ്രശ്നം. പക്ഷെ ഞങ്ങൾ വളരെ സൗമ്യമായിട്ട് പറയുന്നത്. പക്ഷെ ഇതേ ഉള്ളൂ വിഷയം, സഭയ്ക്ക് ആകെ ഒരു വിഷയം. ആൾക്കാർ 1-2 ആഴ്ച സഹിക്കുമല്ലേ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ യൗവനക്കാര്, മുഖന്മാര്, ഡീക്കന്മാര് അവർ കൂടിയിട്ട് പറഞ്ഞു, അണ്ണാ നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ഇനി പറയുന്നവരെ സഭയിൽ ഒരക്ഷരം പോലും വേണ്ടരുത്. വിലക്ക്, സുന്ദരമായൊരു വിലക്ക്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം റിയലി ഞാൻ ചുമ്മാ തമാശ പറയുന്നത്, ദാറ്റ്സ് ദ പവർ ഓഫ് ദ ചർച്ച്. അവരത് അഴിക്കുന്നവരെ ലോകത്ത് ഒരു ചർച്ച എനിക്ക് പ്രസംഗിക്കാൻ അറിയിച്ചില്ല. അവരത് കെട്ടിയപ്പം ലോകം മുഴുവൻ ഞാൻ കെട്ടപ്പെട്ടു. ഒരാളോടും എനിക്ക് സംസാരിക്കാൻ, എന്റെ സഭ എനിക്ക് പ്രസംഗിക്കാൻ ഉള്ള അധികാരം തരുന്നില്ലെങ്കിൽ ഐ കനോട്ട് പ്രീച്ച് ഇൻ എനി അതർ ചർച്ച്. ഐ എം സബ്മിറ്റഡ് ടു ദാറ്റ് അതോറിറ്റി. അവരത് റിവോക്ക് ചെയ്യണം. പ്രസംഗിച്ചോ എന്ന് പറയുന്നത് 1 ആഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി, 4 ആഴ്ചയായി. ആലോചിക്ക്, മലയാളികൾക്ക് ഇന്ന പാസ്റ്റർ പ്രസംഗിച്ചാലേ ദഹിക്കുള്ളൂ. അവർക്ക് ആ പ്രശ്നമില്ല. 5-ാമത്തെ ആഴ്ച ഈ സഹോദരങ്ങൾ വന്ന് പറഞ്ഞു, വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് സ്ത്രീകൾ എല്ലാ ശുശ്രൂഷയും ചെയ്താലും പൗലോസ് അങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഞങ്ങളിത് ഒത്തിരി ശുശ്രൂഷകരോട് സംസാരിച്ചു. മറ്റ് സഭകളിൽ പോയി അവരുടെ ടീച്ചേഴ്സിനോട് ഈ പിള്ളേര് പോയി അന്വേഷിച്ചു. അവരതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. 5 ആഴ്ച എടുത്തു. 5-ാമത്തെ ആഴ്ച സഭയുടെ തീരുമാനം അറിയിച്ചു. പ്രശ്നം തീർന്നു. ഞങ്ങൾ മടങ്ങി വന്നു. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. എങ്ങനെയാ? ദിസ് ഈസ് ഹൗ ദ ചർച്ച് ഫങ്ഷൻസ്. അവിടെ ഈഗോ ഒന്നുമില്ല. അവിടെ അത് ലോകത്ത് എവിടെ ചെന്നാലും ഞാൻ പിന്നെ പ്രസംഗിക്കില്ല. ഇപ്പൊ എനിക്ക് ഇളംകുളത്ത് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ലോക്കൽ ചർച്ച് പറയാണ്, ചേസ് പാസ്റ്റർ പ്രസംഗിക്കുന്നതല്ല ജീവിക്കുന്നത്.
സോ വി ആസ്ക് യു ടു കീപ് ക്വയറ്റ് അൻറ്റിൽ യു സെറ്റിൽ തിങ്സ് ഫ്രം ഗോഡ് എന്ന് അവർക്ക് തോന്നിയാൽ ഞാൻ അവരുടെ മുമ്പിൽ ജീവിച്ച് സാക്ഷ്യം വഹിച്ച് അവരെന്നോട് പറയണം, ഓക്കെ പാസ്റ്റർ, നൗ വി അഗ്രി എന്ന് അവരത് അഴിക്കാതെ, ആ മൂപ്പന്മാരുടെ സംഘം അത് അഴിക്കാതെ എനിക്ക് ലോകത്ത് ഒരിടത്തും സംസാരിക്കാൻ പറ്റില്ല. മൈ അതോറിറ്റി കംസ് ഫ്രം ദ ഡെലിഗേഷൻ ദാറ്റ് മൈ ചർച്ച് ഹസ് ഗിവൻ മീ. ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ മുകളിൽ ആളുണ്ടാകണം, കറക്റ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാകണം, അതോറിറ്റി ഉണ്ടാകണം. വി നീഡ് ടു ബി സബ്മിറ്റഡ് ടു ആൻ അതോറിറ്റി. അത് നമുക്ക് ഏറ്റവും ഗുണം അല്ലേ? അത് വലിയ അഡ്വാൻറ്റേജാ. നമുക്കറിയത്തില്ല എന്ത് ഫ്രീ ആണെന്നറിയാം. ഐ എം വെരി ഫ്രീ ടു പ്രീച്ച് ടു യു ബിക്കോസ് ഓഫ് ദാറ്റ് ഫ്രീഡം. ഓക്കെ, ആൻഡ് ഗോഡ് ഗീവ്സ് us ഗ്രേസ്. അവിടെ ദൈവത്തിന്റെ കൃപയാണ് നമ്മളെ നിലനിർത്തും. ഹമ്പിൾ ആകുക എന്ന് പറയുന്ന ദൈവത്തിന്റെ വെളിപ്പാടിന് മുമ്പ് മാത്രമേ ആകാൻ പറ്റുള്ളൂ. മനുഷ്യർക്ക് ഹമ്പിൾ ആവാൻ പറ്റില്ല. ഈ പാടത് വി ക്യാൻ പ്രിറ്റൻഡ് ടു ബി ഹമ്പിൾ, ബട്ട് വെൻ വി ഹാവ് ദ ട്രൂ പിക്ചർ ഓഫ് ഗോഡ്, ദ ട്രൂ ഹമ്പിൾനെസ് ബിഗിൻസ് ഇൻ us. താഴ്മയുള്ളവരോട് നമ്മൾ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ താഴ്മയോടെ ഏൽപ്പിക്കുന്നൊക്കെ പറയാം, അത് നമ്മൾ പറയുന്നുമുണ്ട്. പക്ഷെ താഴണ്ടേ? ഈ ഡിഫൻസ് മെക്കാനിസം കാരണമേ മറ്റൊന്ന് താണ് കൊടുത്താൽ നമ്മുടെ പണി പോകും. So that's also a defense mechanism. It's God's grace that sustains us, not our ability or not our good name, nothing. It's God's grace that sustains us. താഴ്മയുള്ളവർക്കും അവൻ കൃപ കൊടുക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽക്കും. ഈ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയുന്നു. അപ്പം വിശ്വാസത്തിന്റെ സ്ഥിരത ഉണ്ടായി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റം, നമ്മൾ ഈ പിശാചിനെ പേടിക്കില്ല എന്നുള്ളതാണ്. യു ക്യാൻ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ദ ഡെവിൾ ആൻഡ് കമാൻഡ് ഹിം. വിശ്വാസത്തിന്റെ സ്ഥിരത മാത്രം മതി. ഭൂതങ്ങളെ പുറത്താക്കാൻ പ്രത്യേകിച്ച് വരവൊന്നും വേണ്ട. സ്ഥിരമായ ഒരു വിശ്വാസം മാത്രം മതി, ഉലഞ്ഞു പോകാത്തൊരു faith. ഭൂതങ്ങളെ പുറത്താക്കാൻ ഒരു കൃപാവരവും വേണ്ട എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്റെ ഒരു ബ്രദറൻ സഭയിലെ സുഹൃത്തിന് സംഭവിച്ച കഥയാണ്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും കൂടെ ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ പോയപ്പോൾ ഭൂതം അടങ്ങി. അപ്പൊ സുഹൃത്ത് പറഞ്ഞു, നമുക്ക് ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല. ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, നമ്മൾ കൽപ്പിച്ചാൽ ഇത് പോവും, നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, ദൈവവും ഇതിനെ മാറ്റും. ഈ മനുഷ്യൻ ധൈര്യമായിട്ട് അവരുടെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്നോട് കൽപ്പിക്കുന്നു, പുറത്തു പോകാൻ പറഞ്ഞു. അത് പുറത്തു. അപ്പൊ തന്നെ ആ ഡെമൺ പോയി. ഹി വാസ് ഷോക്ക്ഡ്. പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ കൃപാവരമല്ലത്, അധികാരമാണ്, ഫെയ്ത്താണ്. സാത്താനോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് പറ്റും. നിങ്ങൾ എപ്പോഴെങ്കിലും പറയുന്നുണ്ടോ സാത്താൻ നല്ല ശക്തിയാണ്? പറയരുത്. ബലവും ബഹുമാനവും ശക്തിയും മഹത്വവും സ്വീകരിക്കാൻ കുഞ്ഞാടല്ലാതെ വേറെ ആര് യോഗ്യനാണ്? ഈ ബലവും ശക്തിയും മഹത്വവും കൊടുക്കുന്ന ആരാധനയാണ്. ഹലോ, ഇടയ്ക്ക് കട്ടായി പോയി അല്ലേ? കേട്ടായിരുന്നോ? ബലവും ശക്തിയും അല്പസമയം സ്റ്റില്ലായ. ഞാൻ നിർത്തിയതാ, ഈ കണക്ഷൻ പോകുന്നുണ്ടേ. കാരണം സാത്താനെ കുറിച്ച് പറഞ്ഞപ്പം സംഭവിച്ചാൽ നിങ്ങൾ വിചാരിക്കരുത്. അല്ല, അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറഞ്ഞു വന്നത് അവന് ശക്തി ഉണ്ടെന്ന് നമ്മുടെ വായിന്ന് വരരുതെന്ന. അപ്പോഴേക്കും അവനെ അങ്ങനെ പറയിപ്പിക്കാൻ ശ്രമം നടത്തി. ഓക്കെ ഓക്കെ, സോ we are strong. Let the weak say I am strong because the Lord is in us. നമ്മൾ ശക്തിയും ബഹുമാനവും ബലവും ഒരിക്കലും ആർക്കും കൊടുക്കരുത്. ഡിസ്ക്രൈബ് മജസ്റ്റി, സ്ട്രെങ്ത്. ഓക്കെ, നമ്മൾ പല ആൾക്കാരും പെന്തക്കോസ്തേൽ ശത്രുവിന് കൊടുക്കുന്ന മഹത്വം ഉണ്ടല്ലോ, ഭയങ്കര. പിശാചിന് ഭയങ്കര ബലമാണ്. ഇത് പറയാൻ പാടില്ലാത്തതാണ്, കാരണം ഇത് ആരും അറിയാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളുടെ രഹസ്യമായിട്ട് പറയാം. ഫേസ്ബുക്ക് വഴി ഒരു ആൾക്ക് ഈ
എല്ലാത്തിലും ദുരാത്മാവിന്റെ പ്രസൻസ് അനുഭവപ്പെടും. അതിൽ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ പിശാച് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കും. എല്ലാത്തിനകത്ത് ഈ പിശാച് കഴിക്കാനാണ്. ഇത് സ്ത്രീകൾക്കാണ് ഈ ഭയം കൂടുതൽ. അവരുടെ കുടുംബജീവിതം വരെ ഇപ്പൊ പ്രശ്നത്തിലാണ്. കാരണം രാവിലെ എഴുന്നേറ്റ് തൊട്ട് 4 മണി 5 മണി തൊട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ശാസിക്കാൻ തുടങ്ങും ഭൂതങ്ങളെ വേണ്ടി. ഈ ശാസനയും ഭൂഭാഭു സൗണ്ട് മാത്രമേ കേൾക്കാൻ. സോ ഒബ്സസ്ഡ് വിത്ത് ഡെവിൾ. വൺ ഡേ അവരെന്നോട് പറഞ്ഞു ഭയങ്കര പോരാട്ടമാണ്. ഞാൻ ചോദിച്ചു എന്ത് പോരാട്ടം? ഇവിടെ ഓരോരുത്തർ ചെമ്പരത്തിപ്പൂവിൽ കൂടോത്രം ചെയ്യുന്നു, മുട്ടയിൽ കൊടുത്ത്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു, അത് ബലം ഭയങ്കര ശക്തി. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, പ്രാർത്ഥിച്ചിട്ട് പോകുന്നില്ല. അപ്പൊ ദൈവം വിചാരിച്ചിട്ടും പോകുന്നില്ല. അപ്പൊ ശരിക്കും ശക്തി ഇതിനാ, ദൈവത്തിനല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ദൈവത്തെ വിട്ടിട്ട് ഇയാളുടെ കൂടെ പോകാൻ പറ്റും. ആരുടെ കൂടെ? ഈ പാവ യേശുവിന്റെ കൂടെ നടന്നിട്ട് ഒരു പ്രയോജനമില്ല, പ്രാർത്ഥിച്ചിട്ടും പോകുന്നില്ല. നിങ്ങൾ ആലോചിക്കുക, ശക്തി നിങ്ങൾ പിശാചിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിശാചിന്റെ കൂടെ പോകുന്ന പോലെ അത്. നെവർ സേ ദ ഡെവിൾ ഈസ് സ്ട്രോങ്, ബട്ട് സേ ഹി ഈസ് ട്രിക്കി ആൻഡ് ബി കെയർഫുൾ അബൌട്ട് ഹിസ് ട്രിക്സ്. കൊണ്ട് ഇത്തിരി മുമ്പ് പുള്ളി ഒരു ട്രിക്ക് പ്രയോഗിച്ചിട്ടുണ്ടോ? ജസ്റ്റ് ചുമ്മാ ഒരു ട്രിക്ക്. എന്നാലും ആരെങ്കിലും ഒരാളുടെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചേക്കാം, മോശമല്ലാത്ത തോന്നിപ്പിച്ചേക്കാം. ഇതൊരു വി ഷാൽ നോട്ട് ഫോൾ ഫോർ ദാറ്റ് ബെയ്റ്റ്. നമുക്കിതൊന്നും പ്രശ്നമില്ല. അവൻ ചെയ്യാൻ പറ്റുന്നൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യം. ഇപ്പൊ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സംഭവം ഈ നിമിഷം തൊട്ട് ഇവിടെ ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പറ്റും. സോ ദ ലോർഡ് ഈസ് സോവറിൻ ഓവർ എവരിതിങ്. ഓക്കെ. അപ്പോൾ പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കുകയും ദൈവത്തോട് നമ്മൾ അടുത്ത് ചെല്ലുകയും വേണം. പിശാചിനോട് എതിർത്ത് നിൽക്കുകയും ദൈവത്തോട് നമ്മൾ അടുത്ത് ചെല്ലുകയും വേണം. ദൈവത്തോട് അടുത്ത് ചെല്ലണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാ? ദൈവം നമ്മളോട് ഉണ്ടല്ലോ എപ്പോഴും, അല്ലെ? എപ്പോഴും ഇല്ലേ? ദൈവം നമ്മൾ വിട്ട് പിരിയുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ അടുത്ത് ചെല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഗോഡ് ഈസ് വിത്ത് us ബട്ട് വി ആർ നോട്ട് സെൻസിങ് ഹിസ് പ്രസൻസ്. ദൈവം നമ്മുടെ അടുത്ത് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മൾ ജഡത്തിൽ ചിന്തിക്കുന്നതുകൊണ്ടും വിശ്വാസത്താൽ നോക്കാത്തതുകൊണ്ടും ദ ലോർഡ് ഈസ് നിയർ us എന്നും അവൻ ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ലെന്നും അവൻ എപ്പോഴും നമ്മുടെ അടുത്തുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ അടുത്ത് ദൈവം ഇരിപ്പുണ്ടെന്ന്? കർത്താവ് നിങ്ങളുടെ അടുത്തുണ്ടെന്ന്, നിങ്ങളുടെ മുറിയിലുണ്ടെന്ന് ഉറപ്പുണ്ടോ? അവൻ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുണ്ടോ? അനുഭവിക്കാൻ പറ്റുന്നില്ല, അല്ലേ? അനുഭവിച്ചില്ല എന്നോർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സത്യം മാറുന്നില്ല. ഇപ്പൊ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്, നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? അത് അനുഭവിച്ചാലും നമ്മൾ നിലത്ത് നിൽക്കാൻ പറ്റുന്നു? അനുഭവിക്കുന്നില്ല. പക്ഷെ കറങ്ങുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അത് മാറുന്നില്ലല്ലോ, മാറുന്നില്ല. ഓക്കെ. അതുപോലെ കർത്താവ് നമ്മളെ വിട്ടുപോകില്ല എന്നുള്ളൊരു വാഗ്ദത്വമാണ്. ചില സമയത്ത് നമുക്ക് തോന്നും കർത്താവ് എൻ്റെ കൂടെ ഇല്ല, കർത്താവ് ഒന്നും മിണ്ടുന്നില്ല. സെഫന്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞു തരാം, അവൻ തന്റെ സ്നേഹത്തിൽ മിണ്ടാതിരിക്കും. സ്നേഹം കൊണ്ട് കർത്താവ് മിണ്ടാതിരിക്കും. ഈ കർത്താവ് ഒന്നും പറയുന്നില്ല. അപ്പൊ കർത്താവ് പറയും, ഞാൻ പറയുന്നത് കേൾക്കാതെ കാണാതെ വിശ്വസിക്കും, വാഗ്ദത്തത്തിൽ വിശ്വസിക്കും, ഞാൻ നിന്നെ ഒരു നാളും വിട്ടു. ഒരു ശബ്ദം കേൾക്കുന്നില്ല, സാരമില്ല, വാഗ്ദത്തത്തിൽ വിശ്വസിക്കും. നോക്കാൻ വേണ്ടി കാണാതെ വിശ്വസിക്കാൻ നിനക്ക് പറ്റുമോ? കേൾക്കാതെ വിശ്വസിക്കാൻ പറ്റുമോ? ആത്മാവിലുള്ള ദൈവിക ഉത്തങ്ങൾ കൊണ്ട് മാത്രം വിശ്വസിക്കാൻ പറ്റുമോ? ഇതാണ് വിശ്വാസത്തിന്റെ വളർച്ച, സ്ഥിരത എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ സമയത്തും നമുക്ക് അത്ഭുതങ്ങൾ വേണ്ട, എല്ലാ സമയത്തും നമുക്ക് അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ട, എല്ലാ സമയത്തും നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കേണ്ട. നിശബ്ദതയായാലും നമുക്ക് ഒരു കാര്യം അറിയാം, അവൻ വാഗ്ദത്തങ്ങളിൽ മാറ്റം വരാത്ത ദൈവമായതുകൊണ്ട് അവൻ അന്ത്യം വരെയും എന്നെ വിട്ടുപിരിയുകയില്ല. അവൻ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ, അവൻ എന്നെ ഒരിക്കലും കൈവിടുകയില്ല. ഇത് അനുഭവിക്കാതെ തന്നെ, നമുക്ക് കാണാതെ തന്നെ, എക്സ്പീരിയൻസ് ചെയ്യാതെ തന്നെ നമുക്ക് വാഗ്ദത്വത്തിന്റെ ബലത്താൽ നമുക്കറിയാം, വാക്ക് തന്നവൻ വിശ്വസ്തൻ, അവൻ മാറാത്തവൻ, അവൻ ഒരിക്കലും അവന്റെ വാക്ക് വ്യത്യാസം വരില്ല. എന്നെ രക്ഷിച്ചപ്പോൾ അവൻ പറഞ്ഞ വാക്ക് അവൻ പാലിച്ചിരിക്കും. ഈ ഒരു ഉറപ്പാണ്, വാഗ്ദത്വമാണ് ദൈവത്തിന് മുമ്പിൽ നമ്മളെ നിർത്തുവാൻ സാധിക്കുന്നത്. ഓക്കെ. ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഒരു പിശാചൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ഹി ഈസ് നോട്ട് സ്ട്രോങ്, ഹി cannot stand before you. ഓക്കെ. ഞാനിത് പറയാൻ കാരണം, ഞങ്ങൾ പലപ്പോഴും പിശാചിനെ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്, പല ആളുകളിലൂടെ. ഈ മുറിയിൽ, ഞാൻ ഇപ്പൊ ഇരുന്ന് സംസാരിക്കുന്ന ഈ മുറിയിൽ ദുരാത്മാക്കൾ വിട്ടുപോയിട്ടുണ്ട്. ഒന്നല്ല, പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിന്മേലെല്ലാം അധികാരമുണ്ട്. അത് വിശ്വാസത്തിന്റെ അധികാരമാണ്, കൃപാവരങ്ങളുടെ അധികാരമല്ല. കൃപാവരങ്ങളുടെ ഒരു പരിപാടിയേ അല്ല ഭൂതങ്ങളെ പുറത്താക്കാൻ പറയും. പക്ഷെ ഒരു കാര്യമുണ്ട്, സുവിശേഷകരായി വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ഈ 2 കൃപാവരങ്ങൾ അതിന്റെ കൂടെ ഉണ്ട്. 2 വരങ്ങൾ. കൃപാവരം എന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല, 2 അതോറിറ്റി. ഒന്ന് അവർക്ക് രോഗികളെ സൗഖ്യമാക്കാം, മറ്റൊന്ന് ഭൂതങ്ങളെ പുറത്താക്കാം.
രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു വിടപ്പെടുന്നവർ, അതായത് സുവിശേഷകരായ അവിശ്വാസികളുടെ അടുത്ത് പോകുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്, ഒരു അധികാരമാണ് ശരിക്കും ഭൂതങ്ങളെ പുറത്താക്കാൻ. എല്ലാവർക്കും പറ്റും, പക്ഷെ സ്പെസിഫിക്കലി. അതിന്റെ കാരണം, ഈ ഭൂതങ്ങൾ എവിടെ ഉള്ളത്? സഭയ്ക്കകത്താണോ അവിശ്വാസികളുടെയാണോ ഭൂതങ്ങളുള്ളത്? നിങ്ങൾ കണ്ടിട്ടുള്ള മിക്കവാറും ഭൂതങ്ങൾ സഭയ്ക്കകത്തല്ലായിരുന്നു, അല്ലേ? പക്ഷെ ശരിക്കും ഭൂതങ്ങൾ എവിടെ കാണാവുള്ളൂ? സഭയ്ക്കകത്ത് കാണാൻ പാടില്ല. അത് റോഡിലും അവിശ്വാസികളുടെ അടുത്തൊക്കെയാണ് കാണേണ്ടത്, അല്ലെ? അവിടെ അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെടുന്നവർ, സുവിശേഷകർ, അവർക്ക് കിട്ടുന്ന അധികാരമാണ് ഇത്. ഇന്ന് എന്തുകൊണ്ടാണ് ഈ കൃപാവരങ്ങൾ അത്ര ഇല്ലാത്തതെന്നറിയോ? ഇന്ന് സുവിശേഷകരില്ല, എല്ലാം പാസ്റ്റർമാരായിട്ട് വിളിക്കുന്നത്. പാസ്റ്റർമാർ അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്നവർ, ഈ രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ ഇന്ന്. സുവിശേഷകർ വന്നു കഴിഞ്ഞാൽ സുവിശേഷം പറയാൻ വേണ്ടി അവിശ്വാസികളുടെ അടുക്കോട്ട് ഇറങ്ങി പോകുന്നവർക്ക് ഈ അധികാരങ്ങൾ ദൈവം തീർച്ചയായിട്ടും കൊടുക്കും. നമ്മുടെ സഭയിലെ എല്ലാ കൃപാവരങ്ങളും നിറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ദൈവത്തെ ആ അർത്ഥത്തിൽ മഹത്വപ്പെടുന്ന കൃപാവരങ്ങളും അതിൻ്റെ കൂടെ വരും നമുക്ക് കാണാം. സോ വി ക്യാൻ ഡിഫീറ്റ് ദ ഡെവിൽ, വി ക്യാൻ കോൺകർ ഹിം, വി ക്യാൻ സീ ത്രൂ ഹിസ് സ്കീംസ്. അവൻ ഉണ്ടാക്കി വെക്കുന്ന സ്കീമിനിടയിലൂടെ നമുക്ക് ദൈവത്തിന്റെ ആ മഹത്വത്തെ കാണാൻ പറ്റും, ഇങ്ങനെ തള്ളിക്കളയാൻ പറ്റും. ലോകം വെച്ച്, ലോകത്തിന്റെ സുഖങ്ങൾ വെച്ച് അവൻ നമ്മളെ ആകർഷിക്കുമ്പോൾ അതിനപ്പുറത്ത് കർത്താവിന്റെ മഹത്വം അന്വേഷിക്കാൻ നമുക്ക് സാധിക്കും. യാക്കോബിന്റെ ലേഖനത്തെ കുറിച്ച് ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി 2 സെഷൻ കൂടി ഉള്ളൂ നമുക്കിത് ഫിനിഷ് ചെയ്യുവാൻ. 2-3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടെ ഈ യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്കുണ്ട്. അതുകൊണ്ട് ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. 10-ാം വാക്യം വരെ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കും. ഉണ്ടോ? നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഇരുമനസ്സിനെ കുറിച്ച്. സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കാൻ പറ്റാത്ത മനസ്സ്, ചിലപ്പോൾ വിശ്വാസം, ചിലപ്പോൾ സംശയം. ഇങ്ങനെയാണ് പല മനുഷ്യരും എപ്പോഴും ഇരിക്കുന്നത്. ഓക്കെ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. എന്തിനാ സന്തോഷിക്കുന്നവർ എന്തിനാ വെറുതെ കരയിപ്പിക്കുന്നത്? ദുഃഖിക്കുന്നവരെ ചിരിപ്പിക്കാൻ നമ്മൾ ഒത്തിരി പണി നോക്കാറുണ്ട്, അല്ലെ? നമ്മുടെ പിള്ളേര് വിഷമിച്ച് പോയി എവിടെയും ഇരിക്കുമ്പോൾ നമ്മളെ ചിരിപ്പിക്കാൻ എന്ത് പാടുപെടുന്നു ചില സമയത്ത്, അല്ലെ? ഓരോന്ന് കാണിച്ച് അവന്റെ മുമ്പിൽ അഭിനയിച്ച് കാണിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ കൊച്ചിനെ ചിരിപ്പിച്ചെടുക്കാൻ നമ്മൾ നോക്കും, അല്ലെ? ഇല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ചിരിച്ചുകൊണ്ടിരിക്കുന്നവരെ കരയിപ്പിക്കുന്ന എന്തിനാ? ഇത് രണ്ടും നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമാണ്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തിലെല്ലാം സുഖമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരോട് വരാനിരിക്കുന്ന ആ ദൈവത്തിന്റെ ക്രോധ ദിവസത്തെക്കുറിച്ച് പറഞ്ഞ് മാനസാന്തരത്തിന്റെ കരച്ചിൽ അവരിൽ ഉണ്ടാക്കുവാൻ നമുക്ക്. ഓക്കെ, അതാണ് പറയുന്നത്. വി നീഡ് ടു ക്രൈ ഈവൻ വെൻ വി ആർ റിജോയ്സിങ്. ഈ ലോകത്തെക്കുറിച്ച് നമ്മുടെ ചുറ്റുമുള്ളതിനെ ഓർത്ത് കരയുവാൻ. കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായി, തകർക്കപ്പെട്ടവരായി, ഡിസിപ്ലിൻ ചെയ്യാൻ പറ്റുന്നവരായി, പഠിപ്പിക്കാൻ പറ്റുന്നവരായി. നമുക്ക് ഓൾറെഡി ഒത്തിരി അറിവുകൾ ഉള്ളവരെ പോലെ നമ്മൾ ദൈവത്തിന്റെ അടുത്ത് പെരുമാറുന്നു. പക്ഷെ കർത്താവിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴേക്കും ഒന്നും അറിയില്ല. കർത്താവെ, നീ എന്നെ നടത്തണമേ എന്ന ആ ഒരു നിലവിളിയോടുകൂടി ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് ആശ്വാസമായി, നമ്മെ നടത്തുന്ന ജീവദായകമായ ശബ്ദമായിട്ട് മാറും. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ അങ്ങയുടെ വഴിയിലൂടെ നടത്തണമേ. അങ്ങയുടെ സ്നേഹം ഞങ്ങളിലൂടെ പ്രസിദ്ധമാക്കണമേ. ഞങ്ങളുടെ ചുറ്റും നിന്നിരിക്കുന്ന ബന്ധങ്ങളിലെല്ലാം കൃപയുടെ വിനിമയം നടത്തണമേ. അങ്ങയുടെ സ്നേഹം കർത്താവെ, ഞങ്ങൾ വാതുറന്നു പറയാത്ത സുവിശേഷമായി അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തുന്നതായി മാറണമേ. കർത്താവ്, ഞങ്ങൾ അധികാരമുള്ളവരും ലോകത്തെ സ്നേഹിക്കാത്തവരും അങ്ങേക്ക് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട നിർമ്മല മണവാട്ടിയെ പോലെ അങ്ങേ മാത്രം നോക്കുന്നവരും മഹത്വത്തിനെ ആഗ്രഹിക്കുന്നവരുമാക്കി ഞങ്ങളെ മാറ്റണമേ.